വചനത്തിലേക്ക് നോക്കുന്നതിന് മുമ്പായിട്ട് വചനമായ കർത്താവിലേക്ക് തന്നെ നമുക്ക് നോക്കി ഒരു വാക്ക് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ പിതാവേ, യേശുവേ, അവിടുത്തെ നിറഞ്ഞ സാന്നിധ്യത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അതെ കർത്താവേ, ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായിട്ടും താഴ്ത്തുന്നു. അവിടുത്തെ രക്തത്താൽ ഞങ്ങൾ ഓരോരുത്തരെയും കഴുകണം, സ്നേഹത്താൽ നിറയ്ക്കണം. അങ്ങനെ തന്നെ കേൾപ്പാൻ ഞങ്ങളെ സഹായിക്കണേ കർത്താവേ. ഞങ്ങളെ അന്ത്യകാലത്തിലെ യുഗാന്ത്യത്തിലെ കർത്താവെ അസഹസ്രാബ്ദ വാഴ്ചയ്ക്ക് ശേഷം നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ തുടർന്ന് ധ്യാനിക്കുമ്പോൾ കർത്താവെ നിത്യതയുടെ കാര്യങ്ങളെ കർത്താവെ ഞങ്ങൾക്ക് പ്രകാശിപ്പിച്ചു തരണം. ഞങ്ങൾക്കൊരു വെളിപ്പാടായിട്ട്, മുന്നറിയിപ്പായിട്ട്, അതൊരു ഉത്സാഹത്തിനും കർത്താവെ ആത്മീയവർദ്ധനവിനും ഒക്കെ കാരണമാകുവാൻ, ആഴത്തിലുള്ള ഒരു മാനസാന്തരത്തിലേക്കും വരുവാനും കർത്താവെ ഞങ്ങൾ തന്നെ ഒരുക്കപ്പെടാനും ഇനിയും അനേകരെ കർത്താവെ ഒരുക്കുവാനും ഒക്കെ ഉള്ള ഒരു കർത്താവെ ആത്മഭാരം ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദാഹത്തോടെ കർത്താവെ നീർത്തോടുകൾക്കായിട്ട് ദാഹിക്കുന്നത് പോലെ, വേഴാമ്പല മഴയ്ക്കായിട്ട് കാക്ഷിക്കുന്നത് പോലെ കർത്താവെ അങ്ങയിൽ നിന്നുള്ള വചനങ്ങള് കർത്താവെ അവിടുത്തെ ശബ്ദം കേൾക്കുന്നത് എത്ര ഇമ്പകരമാണ് കർത്താവെ. അതില്ലാതെ ഞങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കില്ലല്ലോ. അവിടുത്തെ വായിൽ നിന്ന് വരുന്ന ഓരോ വചനം കൊണ്ടുമാണല്ലോ ഞങ്ങൾ ജീവിക്കേണ്ടത് കർത്താവെ. ഞങ്ങളോട് തുടർന്നും സംസാരിച്ചുകൊണ്ടിരിക്കണമേ. അവിടുത്തെ പുണ്യനാമത്തെ മഹത്വപ്പെടുത്തണമേ. എല്ലാം യേശു കർത്താവിന്റെ വിലയേറിയ മാതിരിയുള്ള നാമത്തിൽ തന്നെ. ആമീൻ, ആമീൻ, ആമീൻ. നമ്മള് വെളിപാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 12 വരെയുള്ള വാക്യങ്ങളാണ് നമ്മള് കഴിഞ്ഞ സെഷനിൽ നമ്മൾ ചിന്തിച്ച് നിർത്തിയതല്ലോ. നമുക്കറിയാം, വെളിപാട് 20-ാം അധ്യായം എന്ന് പറയുമ്പോൾ യേശു കർത്താവിന്റെ രണ്ടാമത്തെ വരവ് കഴിഞ്ഞിട്ട് 1000 വർഷക്കാലം കർത്താവ് ഒരു സഹസ്രാബ്ദ വാഴ്ച, മില്ലിനിയൽ റെയിൻ, ഭൂമിയിലെ കർത്താവ് രാജാവായിട്ട് വാഴും. അവിടുത്തെ രാജ്യം വരണമേ എന്ന് 2000-ഓളം വർഷങ്ങളായിട്ട് ദൈവമക്കളെ പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന്റെ രാജ്യം ആദ്യം ദൈവരാജ്യം സമ്പൂർണമായിട്ട് ആദ്യം ഈ ഭൂമിയിൽ യേശുവിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അത് പിന്നീട് ശിഷ്യന്മാര് രക്ഷിക്കപ്പെട്ടപ്പോൾ അവരുടെ നമ്മളുടെ ജീവിതത്തിലാണെങ്കിലും നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ സമ്പൂർണമായിട്ടും പരിശുദ്ധാത്മ നമ്മളിൽ നിറയുമ്പോൾ ദൈവത്തിന്റെ ഒക്കെ ഒരു കർത്തൃത്വം, ദൈവം നമ്മുടെ ജീവിതത്തിൽ രാജാവാകുമ്പോൾ ദൈവത്തിന്റെ രാജ്യം വരുന്നു. നമ്മളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ രാജ്യം വരുന്നു. കർത്താവ് ദൈവരാജ്യം നിങ്ങളുടെ ഇടയിലുണ്ടല്ലോ എന്ന് ലൂക്കോസ് 17:21 പറയുമ്പോൾ അവിടെ ആരായിരുന്നു അവരുടെ ഇടയിലുണ്ടായിരുന്ന ദൈവരാജ്യം? യേശു തന്നെയായിരുന്നു. നമ്മള് ലൂക്കോസ് 17:21 കർത്താവ് പറയുന്നുണ്ട്, ഇതാ ഇവിടെ എന്നും അതാ അവിടെ എന്നും പറയുകയും. ലൂക്കോസ് 17:21 ഇതാ ഇവിടെ എന്നും അതാ അവിടെ എന്നും പറയുകയില്ല, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ എന്ന് അവൻ ഉത്തരം പറഞ്ഞു. ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് ഇൻ യുവർ മിഡ്സ്റ്റ് എന്ന് പറയുമ്പോൾ യേശു കർത്താവ് അവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ദൈവരാജ്യം നിങ്ങളുടെ മധ്യത്തിലുണ്ട്. അന്ന് ദൈവരാജ്യം യേശുവിലായിരുന്നു സമ്പൂർണമായിട്ടും വിളങ്ങിയത്. യേശുവിനെ കണ്ടവര് പിതാവിനെ കണ്ടു. പിന്നീട് ആ ദൈവരാജ്യം പെന്തക്കോസ്ത് നാളില് അത് ശിഷ്യന്മാരുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും അവര് ഒരുമിച്ച് 120ഓളം പേര് ഒരു ശരീരമായിട്ട് രൂപപ്പെട്ടപ്പോൾ, പരിശുദ്ധാത്മാവിനാൽ അവർ ഒരു ശരീരമായിട്ട് രൂപപ്പെട്ടപ്പം ദൈവരാജ്യം അവരുടെ മധ്യത്തില്, അവിടെ ആ സഭയില്, ആദിമസഭയില് ദൈവരാജ്യം രൂപപ്പെട്ടു. നമ്മുടെ ജീവിതത്തിലും ദൈവം എന്താ ആഗ്രഹിക്കുന്നേ? യേശു കർത്താവിനെ കർത്താവായിട്ട് നിങ്ങളുടെ ഹൃദയങ്ങളിൽ വിശദീകരിക്കുക എന്നുള്ള ആ ഒരു വാക്യം അജിബേർ കഴിഞ്ഞ 2 മീറ്റിംഗ്സിലൊക്കെ ആ കാര്യങ്ങള് അത് റെഫർ ചെയ്ത് നമുക്ക് ഓർമ്മയുണ്ടായിരിക്കും. 1 പത്രോസ് 3:14 വാക്യം മലയാളത്തില്, ഇംഗ്ലീഷിൽ 15-ാമത്തെ വാക്യത്തില് 1 പത്രോസ് 3:14 വാക്യത്തിന് അവസാനം, എന്നാൽ ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവായി വിശദീകരിക്കുവിൻ. ബട്ട് സാങ്ക്ടിഫൈ അല്ലെങ്കിൽ ഹാഗിയാത്സോ എന്ന് പറയാം, സെപ്പറേറ്റ് ഫ്രം പ്രൊഫെയിൻ തിങ്സ് ആൻഡ് ഡെഡിക്കേറ്റ് ടു ഗോഡ്, കോൺസിക്രേറ്റ്, പ്യൂരിഫൈ, സെറ്റ് അപ്പാർട്ട്, സാങ്ക്ടിഫൈ ക്രൈസ്റ്റ്. കർത്താവിനെ ഇത് വിശദീകരിക്കാൻ കർത്താവ് എന്താ അശുദ്ധമാണോ എന്ന് നമ്മൾ വിചാരിക്കരുത്. വിശദീകരിക്കുക എന്നുള്ള ആ വാക്കിന്റെ റൂട്ട് മീനിങ് ഹാഗിയാത്സോ എന്നുള്ള ഗ്രീക്ക് പദം സെറ്റ് അപ്പാർട്ട് എന്നുള്ളതാണ്. അതിന്റെ പ്രൊഫെയിൻ തിങ്സ് അല്ലെങ്കിൽ അശുദ്ധമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് സെറ്റ് അപ്പാർട്ട് ചെയ്യുക. നമ്മുടെ ജീവിതത്തിലെ എല്ലാ ലോകത്തിൽ നിന്നുള്ള ഒരു സെപ്പറേഷൻ, ഒരു വേർപാട് വന്ന് നമ്മള് കർത്താവിനെ തന്നെ നമ്മുടെ ജീവിതത്തിനെ കർത്താവായിട്ട്, അങ്ങനെ കർത്താവും ദൈവമായവനെ എന്ന് തോമസ്, നമ്മുടെ മലയാളക്കരയിലേക്ക് സുവിശേഷം ആദ്യമായിട്ട് കൊണ്ടുവന്ന ആ തോമസ്, യേശുവിന്റെ ആണിപ്പഴുതുള്ള തിരുക്കരങ്ങളിലെ ആണിപ്പഴുതുകളും കർത്താവിന്റെ വിലാവിലുള്ള വിടവിലൂടെ തന്റെ കൈയിട്ട് നോക്കി കർത്താവിന്റെ ഹൃദയത്തോട് പറഞ്ഞ ആ തോമസ്, ആ ഹൃദയത്തിൽ നിന്ന് നിറഞ്ഞു കവിയുന്ന വാത്സല്യം അനുഭവിച്ച ആ തോമസിനായിട്ട് പ്രത്യേകമായിട്ട്
സ്പെഷ്യലായിട്ട് വന്ന് കർത്താവ് പ്രത്യക്ഷപ്പെട്ട ആ തോമസ് പ്രത്യക്ഷപ്പെട്ടപ്പോ ആ ആനന്ദാതിരേകത്താല് തോമസ് എന്റെ കർത്താവ് എന്റെ ദൈവമായവനെ എന്ന് അവിടെ യോഹന്നാൻ 20 അധ്യായത്തിലൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ആ വാക്യം കഴിഞ്ഞ ആഴ്ചയും അതിന്റെ മുമ്പത്തെ ആ ഒരു മീറ്റിംഗിലും ഒക്കെ നമ്മൾ ആ കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നല്ലോ. അപ്പം ആ കർത്താവ്, യേശുവിനെ കർത്താവായിട്ട് എന്റെ എല്ലാത്തിന്റെയും നാഥൻ, കർത്താവ്, ഉടയവൻ, അതാ ദൈവരാജ്യം. അപ്പൊ ആ ദൈവരാജ്യം നമ്മളുടെ ജീവിതത്തില് ആദ്യ മരണം, പിന്നെ അങ്ങനെയുള്ള ഭാര്യയും ഭർത്താവും ഒരു കുടുംബം നയിക്കുമ്പോൾ ആ കുടുംബത്തിൽ ദൈവരാജ്യം വരണം. നമ്മളുടെ ജീവിതത്തിൽ ദൈവരാജ്യം വരണം. നമ്മളുടെ കുടുംബത്തിലും യേശുവിനായിരിക്കണം എല്ലാ അധികാരവും. അവിടെ യേശുവിന് വേദന ഉണ്ടാക്കുന്ന തരത്തിലുള്ള സംസാരങ്ങളോ പ്രവൃത്തികളോ ചിന്തകളോ ഒന്നും ഇല്ലാതെ ആ ഒരു ദൈവരാജ്യം വരുന്ന ഒരു കുടുംബം, അങ്ങനെയുള്ള കുടുംബങ്ങൾ ചേർന്ന് വരുമ്പോൾ ദൈവരാജ്യമുള്ള ഒരു സഭ, അങ്ങനെ അനേകം ഇടങ്ങളിലേക്ക് അതുപോലെയുള്ള സഭകൾ രൂപപ്പെടണമെന്നാണ് കർത്താവ് ഇന്ന് ഈ അന്ത്യകാലത്ത് എസ്പെഷ്യലി പ്രത്യേകിച്ചും ആഗ്രഹിക്കുന്നത്. കർത്താവിന്റെ നാമം അത് കിഴക്ക് നിന്ന് പടിഞ്ഞാറ് വരെ എന്ന് പറയുമ്പോൾ ഭൂമി എങ്ങും മഹത്വപ്പെടാൻ പോകുന്നു എന്നുള്ളൊരു പ്രവചനമാണ് മലാഖി, പഴയ നിയമത്തിന്റെ അവസാനത്തെ പുസ്തകമായിട്ട് മലാഖി 1-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. മലാഖിയുടെ പുസ്തകം 1:11 നമ്മളിവിടെ കൊല്ലത്തെ അവിടെ യേശുദാസ് ഷോപ്പേഴ്സിന്റെ വീട്ടിൽ നമ്മളെ കോട്ടേജ് മീറ്റിംഗ് നടത്തിയപ്പോൾ ഈ വാക്യം നമ്മളത് കണ്ട്. മലാഖി 1-ാം അധ്യായത്തിന് 11-ാമത്തെ വാക്യം, സൂര്യന്റെ ഉദയം മുതൽ, അതായത് കിഴക്ക് മുതൽ അസ്തമയം വരെ, പടിഞ്ഞാറ് വരെ, അതായത് ഈസ്റ്റേൺ രാജ്യങ്ങൾ മുതൽ, പൗരസ്ത്യ രാജ്യങ്ങൾ മുതൽ പാശ്ചാത്യ രാജ്യങ്ങൾ വരെ, ഫ്രം ദ ഈസ്റ്റ് ടു ദ വെസ്റ്റ്. അപ്പം അതാ കിഴക്ക് നിന്ന് സൂര്യന്റെ ഉദയം മുതൽ അസ്തമയം വരെ. അപ്പൊ അത് സൂര്യന്റെ ഉദയം മുതൽ അസ്തമയം വരുന്നത് ത്രൂ ഔട്ട് ദ ഹോൾ ഡേ എന്നുള്ളൊരു അർത്ഥമുണ്ട്, ദിവസം മൊത്തവും എന്നുള്ളൊരു അർത്ഥമുണ്ട്. എന്നാൽ കിഴക്ക് നിന്ന് ഇൻ ടേംസ് ഓഫ് ടൈം, ഇൻ ടേംസ് ഓഫ് പ്ലേസ്. ഇൻ ടേംസ് ഓഫ് ടൈം എന്ന് പറയുമ്പോൾ സമയത്തിന്റെ ആ ഒരു അനുപാതത്തില് രാവിലെ മുതൽ രാത്രി വരെ എന്നുള്ള അർത്ഥമുണ്ട്, സന്ധ്യ വരെ എന്നുള്ള അർത്ഥമുണ്ട്. എന്നാൽ കിഴക്ക് നിന്ന് പടിഞ്ഞാറ് വരെ എന്ന് പറയുമ്പോൾ കിഴക്കൻ പ്രദേശങ്ങൾ മുതൽ പടിഞ്ഞാറൻ പ്രദേശങ്ങൾ വരെ. ഇപ്പം ജപ്പാനിലൊക്കെ ആദ്യം സൂര്യൻ ഉദിക്കുന്നു. അപ്പം ആ ഒരു ഈ പൗരസ്ത്യ രാജ്യങ്ങൾ മുതൽ പാശ്ചാത്യ രാജ്യങ്ങൾ, നമ്മളിപ്പം അമേരിക്ക, അതൊക്കെ പാശ്ചാത്യ രാജ്യങ്ങളായിട്ട് നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, വെസ്റ്റേൺ കൺട്രീസ്. അപ്പം സൂര്യന്റെ ഉദയം മുതൽ അസ്തമയം വരെ എന്റെ നാമം ജാതികളുടെ ഇടയിൽ വലുതാകുന്നു എന്നാണ് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. NASB മൈ നെയിം വിൽ ബി ഗ്രേറ്റ് എമംഗ് ദ നേഷൻസ് ഫ്രം ദ റൈസിംഗ് ഓഫ് ദ സൺ ഈവൻ ടു ഇറ്റ് സെറ്റിംഗ് ആൻഡ് ഇൻ എവറി പ്ലേസ് ഇൻസെൻസ് ഇസ് ഗോയിങ്. അപ്പൊ എല്ലായിടത്തും അങ്ങനെ ദൈവരാജ്യം ഉള്ള സഭകള്, ദൈവരാജ്യമുള്ള വ്യക്തികള്, കുടുംബങ്ങള്, സഭകള്, അങ്ങനെ സഭ അങ്ങനെ കാന്തയായിട്ട് കർത്താവിന് ഒരുങ്ങുമ്പോൾ കർത്താവ് ഇഞ്ഞ് വന്ന്, കർത്താവ് ഈ ഭൂമിയിൽ ഒരു സഹസ്രാബ്ദ വാഴ്ച ആയിട്ട് ഒരു 1000 വർഷക്കാലം ഇവിടെ ഭൂമിയിൽ തന്നെ ദൈവരാജ്യം വരണമേ നമ്മുടെ ജീവിതത്തിൽ വരുന്നു, നമ്മുടെ കുടുംബത്തിൽ വരുന്നു, നമ്മുടെ സഭയിൽ വരുന്നു. അങ്ങനെയുള്ള അനേകം സഭകള് ദൈവം ഉരുവാക്കുന്നു. അങ്ങനെ ഭൂമി ആകെ കർത്താവിന്റെ ആ ഒരു സഹസ്രാബ്ദ വാഴ്ചയിൽ ഭൂമി ആകെ കർത്താവിന്റെ ഒരു വാഴ്ചയിലേക്ക് വരുന്നു. എന്നാൽ അതിനുശേഷവും ആ സഹസ്രാബ്ദ വാഴ്ചയ്ക്ക് ശേഷവും സാത്താനെ ഒന്ന് തുറന്നു വിടുമ്പം, ഈ കൂട്ടിലടച്ചിട്ട് പട്ടിയെ തുറന്നു വിടുന്നെന്ന് പറയുന്നത് പോലെ സാത്താനെ അതുവരെ അഗാധ കൂപത്തിലൊക്കെ ബന്ധിച്ചിട്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം അവനെ തുറന്നു വിട്ടപ്പോഴത്തേക്കും അവന് പിന്നെയും എല്ലാവരെയും ഡിസീവ് ചെയ്യാൻ വേണ്ടി, എല്ലാവരെയും വഞ്ചിക്കാൻ തുടങ്ങി. അവനെ ഡിസീവ് ദ നേഷൻസ് എന്നതിന്റെ 20-ാം അധ്യായത്തിന് 8-ാമത്തെ വാക്യത്തിൽ വഞ്ചിക്കുക എന്നുള്ളതാണ് അവന്റെ, വശീകരിക്കുക എന്ന മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്. വശീകരിക്കുവാൻ പുറപ്പെടും, ഡിസീവ് ദ നേഷൻസ്, വഞ്ചിക്കുവാൻ പുറപ്പെടും. ഹീസ് എ ഡിസീവർ. അവനൊരു വഞ്ചകനാണ്, അവനൊരു കുറ്റാരോപകൻ, കുറ്റം ചുമത്തുന്നവനാണ്. ഇതേ വെളിപാട് പുസ്തകം 12-ാം അധ്യായത്തില് അവന് 2 നാമധേയങ്ങൾ നമ്മള് സംഘടന പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താ, വെളിപാട് പുസ്തകം 12-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ ഹി ഡിസീവ് ദ ഹോൾ വേൾഡ്, ലോകത്തെ മുഴുവൻ വഞ്ചിക്കുന്നവനാണ്. ഇന്ന് ആ വഞ്ചന ഉള്ളത് കൊണ്ടാണ് ആൾക്കാര് യേശുവാണ് സത്യദൈവം എന്നറിയാതെ വേറെ പല വിധത്തിലുള്ള അന്ധവിശ്വാസങ്ങൾക്കും ദുരാചാരങ്ങൾക്കും പാരമ്പര്യങ്ങൾക്കും പലവിധ കെട്ടുകഥകൾക്കും ഒക്കെ പിന്നാലെ പോയി പലവിധ തരത്തിലുള്ള നരഹത്യകളും പിന്നെന്താ കൊലപാതകങ്ങളും ജിഹാദുകളും അങ്ങനെയൊക്കെയുള്ള പല പല കാര്യങ്ങളും ഒക്കെ നടക്കുന്നത് എന്താ, അവർക്ക് യഥാർത്ഥത്തിലുള്ള ദൈവത്തെ അറിയത്തില്ല. ശത്രുക്കളെ സ്നേഹിക്കാൻ പറഞ്ഞ ദൈവത്തെ അറിയത്തില്ല, മറിച്ച് തന്നെ മതത്തിലുള്ളവരല്ലാത്ത എല്ലാവരെയും കൊല്ലാൻ പറയുന്നത് ദൈവമാണെന്ന് ചിന്തിച്ച് അങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള കാര്യങ്ങൾ. അപ്പൊ ഡിസീവർ ഓഫ് ദ ഹോൾ വേൾഡ്, അവന് ഒരു തരത്തിലേക്ക് മറ്റൊരു തരത്തില് വേറൊരു ആൾക്കാർ ഇതെല്ലാം കണ്ടിട്ട് ദൈവമേ ഇല്ലെന്ന് പറയുന്ന ആൾക്കാർ വരും, വേറെ ചിലര് വേറെ തരത്തിലുള്ള അങ്ങനെയൊക്കെ വരുന്ന
കർത്താവ് യേശു മാത്രമാണ് യഥാർത്ഥത്തിലുള്ള ഒരു സത്യദൈവം എന്നുള്ളൊരു വെളിപ്പാടില്ലാതെ വണ്ണം ഈ ലോകത്തിന്റെ പ്രഭു എല്ലാവരുടെയും കണ്ണൊക്കെ കുരുടാക്കി വെച്ചേക്കുവാണെന്നൊക്കെ നമ്മൾ 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അതാണ് ഡിസീവർ ഓഫ് ദ ഹോൾ വേൾഡ്, ഈ ലോകത്തെ മുഴുവൻ തെറ്റിച്ച് കളയുന്ന പിശാച്, അല്ലെങ്കിൽ വഞ്ചിച്ച് കളയുന്ന പിശാച് എന്നുള്ളൊരു നാമധേയം, ഡിസീവർ ഓഫ് ദ ഹോൾ വേൾഡ്. പിന്നെ അവന്റെ അടുത്ത നാമധേയം, അടുത്ത ടൈറ്റിൽ, അതിന്റെ തൊട്ടടുത്ത വാക്യം 10-ാമത്തെ വാക്യത്തിൽ എന്താ? അക്യൂസർ ഓഫ് എ ബ്രദറൻ. നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ, അതിന്റെ അവസാനം, നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദി. അപ്പൊ കുറ്റം ചുമത്തുന്ന അപവാദി, അക്യൂസ് ചെയ്യുന്നു. യുനോ വിശ്വാസികളെ സംബന്ധിച്ചോളം അവര് വഞ്ചനയിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നവരെ, അപ്പൊ അവരെ കുറ്റം ചുമത്തുക. അവൻ ഇങ്ങനെ ചെയ്തു, ഇവരിങ്ങനെ ചെയ്തു, അവൻ ആ പാപത്തിൽ വീണു, ഇവന് ഈ പാപത്തിൽ വീണത് കണ്ടില്ലേ എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ ഇങ്ങനെ കുറ്റം ചുമത്തുക. ഇല്ലാത്ത കാര്യങ്ങൾ ദൈവത്തോട് പറയാൻ അവന് ധൈര്യമില്ല. അപ്പം വിശ്വാസികളുടെ ഉള്ള വീഴ്ചകൾ തന്നെ എടുത്ത് ചൂണ്ടിക്കാണിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവന്റെ ഒരു നല്ല ഹോബിയാണെന്നുള്ള കാര്യം യോബിന്റെ പുസ്തകത്തിൽ നിന്ന് തന്നെ നമുക്കറിയാം. അപ്പം അതിന്റെ 9-ാമത്തെ വാക്യത്തിലും ഹോൾ വേൾഡിനെ ഡിസീവ് ചെയ്യുന്ന ഒരു കാര്യം. അപ്പൊ അങ്ങനെ അവൻ ഡിസീവ് ചെയ്യാൻ വന്നു. ഈ സഹസ്രാബ്ദ വാഴ്ചയ്ക്ക് ശേഷവും ഡിസീവ് ചെയ്യാൻ അവന്റെ സ്ഥിരം തൊഴിലുമായിട്ട് ഇറങ്ങി. പക്ഷേ സ്ഥിരം തൊഴിലുമായിട്ട് ഇറങ്ങി ഒത്തിരി പേര് കൂടെ അനുഗമിക്കാൻ, കൂട്ടത്തിൽ പാടാൻ വേണ്ടി ഒത്തിരി പേരുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവര് ദൈവത്തിനെതിരായിട്ട് തിരിയുന്നതും ദൈവമക്കൾക്കെതിരായിട്ട് തിരിയുന്നതൊക്കെ നമ്മൾ കണ്ടു. പെട്ടെന്ന് സ്വർഗത്തിൽ നിന്ന് ആകാശത്തിൽ നിന്ന് തീ വരുന്നതായിട്ടൊക്കെ നമ്മൾ 9-ാമത്തെ വാക്യം വെളിപാട് 20:9 വായിക്കുന്നുണ്ട്. ബൈബിളിൽ ആദ്യമായിട്ട് ആകാശത്ത് നിന്ന് തീ ഇറക്കുന്നത് പിശാച് തന്നെയാണെന്നുള്ള കാര്യം നമ്മൾ യോബിന്റെ പുസ്തകം 1-ന്റെ-16-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. സ്വർഗത്തിൽ നിന്ന് ആദ്യമായിട്ട് തീ ഇറക്കുന്നത് ഇവൻ എലിയാവ് പോലും അല്ല. അതിനു മുമ്പ് യോബിന്റെ പുസ്തകം എഴുതപ്പെട്ടു. യോബിന്റെ 1-ാം അധ്യായത്തില് നമ്മളത് സാത്താന് പെർമിഷൻ കൊടുത്തപ്പോൾ സാത്താൻ യോബിന്റെ വസ്തുവകളെയെല്ലാം സംഹരിക്കാനായിട്ട് സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങിയതായിട്ട് നമ്മളവിടെ സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി, അല്ലെങ്കിൽ ആകാശത്ത് നിന്ന് തീ ഇറങ്ങിയെന്ന് നമ്മള് അവിടെ യോബ് 1-ന്റെ-16 വായിക്കുന്നുണ്ട്. ഫയർ ഓഫ് ഗോഡ് ഫെൽ ഫ്രം ഹെവൻ എന്നുള്ളൊരു കാര്യം. അതിന്റെ 6-ാമത്തെ ദൈവത്തിന് തീ ആകാശത്ത് നിന്ന് വീണ് കത്തി. അത് സാത്താനെ അനുവദിക്കുമ്പോൾ, സാത്താനെ വേലിയൊക്കെ വേലി പൊളിക്കാനുള്ള അനുവാദം കൊടുക്കുമ്പോഴാണ് അത് സാത്താൻ എന്ന് വന്ന തീയാണ് എന്ന് ആൾക്കാര് പറയുന്നത്. ദൈവത്തിന്റെ തീ എന്നാണ് ആൾക്കാർ വന്ന് പറയുന്നതായിട്ട് നമ്മളിവിടെ കാണുന്നത്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ദൈവത്തിന്റെ തീ അല്ലായിരുന്നു, സാത്താൻ കൊണ്ടുവന്ന തീ എന്നുള്ള കാര്യം നമ്മൾ 1-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പൊ അങ്ങനെ സ്വർഗത്തിൽ നിന്ന് തീ കൊണ്ടുവരാനൊക്കെയുള്ള, ആകാശത്ത് നിന്ന് തീ കൊണ്ടുവരാനുള്ള വലിയ കഴിവൊക്കെ ഉള്ള സാത്താന. പക്ഷെ ഈ സാത്താനെ ദഹിപ്പിക്കാൻ വേണ്ടി, സാത്താനിന്റെ കൂടെ ഉള്ളവരെ ദഹിപ്പിക്കാൻ വേണ്ടി സാത്താനെ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ അവനെ അങ്ങ് ഈ തീ തടാകം അല്ലെങ്കിൽ തീ പൊയ്കയിലോട്ട് തന്നെ ഡയറക്റ്റ് ആയിട്ട് അങ്ങ് കൊണ്ടുവന്ന് ഇട്ടു. എന്നാൽ കൂടെ ഉള്ളവരെ എല്ലാം കൂടെ ഈ അഗ്നി വന്ന് ദഹിപ്പിച്ച് കളയും, വഞ്ചിച്ച് പിശാചിനെ. അതിന്റെ വെളിപാട് 20-ന്റെ-10 നമുക്ക് എല്ലാവർക്കും ഒത്തിരി ധൈര്യവും ആശ്വാസവും ബലവും നൽകേണ്ട വാക്യമാണ്. യോഹന്നാൻ 10-ന്റെ-10 നമുക്കറിയാം, കള്ളൻ മോഷ്ടിക്കുവാനും അറുക്കുവാനും മുടിക്കുവാനും അല്ലാതെ വരുന്നില്ല, ഞാനോ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനും സമർത്ഥമായ ജീവൻ ഉണ്ടാകാനും വരുമെന്നാണ് യോഹന്നാൻ 10-ന്റെ-10 പറയുന്നത്. ഇവിടെ വെളിപാട് പുസ്തകം, അതേ യോഹന്നാൻ എഴുതിയ വെളിപാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം, അത് സാത്താന്റെ അന്തിമ ന്യായവിധി, നമ്മളെ അന്തിമ വിജയം എന്നൊക്കെയാണ് നമ്മുടെ ഈ ബൈബിൾ സ്റ്റഡിയുടെ പുസ്തകത്തിന് പേരിട്ടേക്കുന്നത്, അന്തിമ വിജയം. അപ്പൊ അന്തിമമായിട്ടുള്ള അവന്റെ ആ ഒരു അവസ്ഥ, സാത്താന്റെ ആ ദുർഗതി വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്ന ആ ഒരു വെളിപാട് 20-ന്റെ-10 അവരെ വഞ്ചിച്ച് പിശാചിനെ ആരുടെ കൂട്ടത്തിൽ കൊണ്ടിട്ടു? അവിടെ മുമ്പേ ചെന്ന് സീറ്റ് പിടിച്ച 2 പേരുണ്ടായിരുന്നു. മൃഗം, അതായത് ഇത് ക്രിസ്തു, പിന്നെ കള്ളപ്രവാചകൻ, അവൻ മൃഗം നമ്പർ 2 ആണെന്ന് വെളിപാട് പുസ്തകം 13-ാം അധ്യായത്തിൽ നമ്മൾ ആ 2 മൃഗം നമ്പർ 1 മൃഗം നമ്പർ 2-നെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ മൃഗം നമ്പർ 1-ഉം മൃഗം നമ്പർ 2-ഉം കിടക്കുന്ന ഗന്ധക പൊയ്യിലിട്ട് അതിന്റെ ഒട്ടു നടുക്കത്തേക്ക് ഈ പിശാചിനും കൂടെ തള്ളിയിടും. അവരെന്നേക്ക് രാപ്പകല് ദണ്ഡനം സഹിക്കേണ്ടി വരും. അങ്ങനെ അതിനുശേഷമാണ് വലിയൊരു വെള്ള സിംഹാസനം, ഗ്രേറ്റ് വൈറ്റ് ത്രോൺ, വലിയൊരു വെള്ള സിംഹാസനം, ദൈവത്തിന്റെ വലിയ മഹത്വവും വെളിപ്പെടുന്ന, ദൈവത്തിന്റെ പരിശുദ്ധിയും ന്യായവും ഒക്കെ വെളിപ്പെടുന്ന ഒരു സിംഹാസനമാണ്. എന്ന് അത് അവിശ്വാസികളുടെ ന്യായവിധിയാണ്. വിശ്വാസികൾ ദൈവത്തിന് മുമ്പാകെ കണക്ക് കൊടുക്കേണ്ടത് ആ സഹസ്രാബ്ദ വാഴ്ചയ്ക്ക് മുമ്പായിട്ട് അവർക്ക് പ്രതിഫലം കൊടുക്കുന്നതായിട്ടൊക്കെ നമ്മൾ വെളിപാട് പുസ്തകം 11-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യമൊക്കെ നമ്മൾ കണ്ടായിരുന്നു. വെളിപാട് 11-ന്റെ-17-18 വിശ്വാസികൾക്ക് അവിടെ പ്രവാചകന്മാർക്കും ചെറിയവരും വലിയവരുമായിട്ടുള്ള ഭക്തന്മാർക്കും എല്ലാം പ്രതിഫലം കൊടുപ്പാന് എന്നുള്ള കാര്യമൊക്കെ നമ്മളവിടെ വായിച്ചു. എന്നാൽ ന്യായവിധി ആ സഹസ്രാബ്ദ വാഴ്ചയ്ക്ക് ശേഷം അവിശ്വാസികൾക്കുള്ള ന്യായവിധി നമ്മൾ അതിന്റെ 12-ാമത്തെ വാക്യവും നമ്മൾ വായിച്ചായിരുന്നു. എന്താ
ഓരോരുത്തരുടെയും പ്രവർത്തികൾക്ക് അടുത്ത ന്യായവിധി ഉണ്ടായി എന്നുള്ളൊരു കാര്യം നമ്മൾ വായിച്ചു. പിന്നെ അതിന്റെ 13-ാമത്തെ വാക്യം, വെളിപാട് 20-ാം അധ്യായത്തിന് 13-ാമത്തെ വാക്യം ഇപ്പം ജേക്കബ് ഇപ്പൊ അത് അതിന്റെ ആ ഒരു അന്തിമവിജയം പുസ്തകത്തിലെ ആ ഒരു പോർഷൻ ഇപ്പം വായിക്കുമല്ലോ. അജിബ് അത് സാക്പിനും അന്തിമവിജയം പുസ്തകത്തിലെ കറസ്പോണ്ടിങ് പോർഷൻ ഇപ്പം ഡിസ്പ്ലേ ചെയ്യുമല്ലോ. ജേക്കബ് ആ പോർഷൻ ഇപ്പം വായിക്കുമല്ലോ. വാക്യം 13. സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു, മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തന് അവനവന്റെ പ്രവൃത്തിക്കടുത്ത വിധിയുണ്ടായി. സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു എന്ന പരാമർശം തടവിലാക്കപ്പെട്ട ഏതോ ദുഷ്ടാത്മാക്കളെ ഉദ്ദേശിച്ചായിരിക്കണം. മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു എന്നത് എല്ലാ അവിശ്വാസികളെയും ഉദ്ദേശിച്ചാണ്. പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിക്കാതെ അന്ധതമസിന്റെ ചങ്ങലയിട്ട് നരകത്തിലാക്കി ന്യായവിധിക്കായി കാപ്പാൻ കൽപ്പിച്ചു എന്ന് 2 പത്രോസ് 2:4 കാണുന്നു. നോഹയുടെ കാലത്താണ് ഇത് സംഭവിച്ചതെന്ന് ഈ സംഭവം എന്ന് 5-ാം വാക്യത്തിൽ നാം നിന്ന് വ്യക്തമാണ്. ചില ദൂതന്മാർ സ്ത്രീകളെ മോഹിച്ച് പുരുഷ ശരീരം കൈയടക്കി അവരുമായി ലൈംഗിക പാപത്തിൽ ഏർപ്പെട്ടു. മറ്റ് ആത്മാക്കളെ പോലെ ഇന്ന് ഇവരെ സ്വതന്ത്രമായി സഞ്ചരിക്കാൻ അനുവദിച്ചിട്ടില്ല. അവർ ന്യായവിധിക്കായി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നാണല്ലോ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവരുടെ ശിക്ഷാവിധിയും ഈ സമയത്താകാം നടക്കുന്നത്. സമുദ്രം തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു എന്നതുകൊണ്ട് ഇതാണ് ഉദ്ദേശിക്കുന്നതെന്ന് ചിന്തിക്കാം. സമുദ്രം എന്നത് ദൈവത്തിന്റെ ആദ്യ സൃഷ്ടിപ്പിൽ ഉണ്ടായിരുന്ന ഒന്നല്ല. ദൈവം ആകാശവും ഭൂമിയുമാണ് സൃഷ്ടിച്ചത്. ഉൽപ്പത്തി 1:1 നിന്നും വ്യക്തം. സമുദ്രം അല്ലെങ്കിൽ ജലം ലൂസിഫറിന്റെ പാപത്തിന്റെ ഫലമായി ഉണ്ടായതാണ്. ഉൽപ്പത്തി 1:1-2 വാക്യങ്ങൾക്കിടയിൽ നമ്മളിപ്പം വ്യക്തമായിട്ട് കേട്ടു. വെളിപാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം നമ്മളിപ്പം വായിച്ചു കേട്ടത്. സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു, മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തരും അവനവന്റെ പ്രവർത്തികൾക്ക് അടുത്ത അല്ലെങ്കിൽ പ്രവർത്തികൾക്കൊത്ത അക്കോർഡിംഗ് ടു ദ ഡീഡ്സ്, പ്രവർത്തികൾക്ക് അനുസരിച്ചുള്ള വിധി ഉണ്ടായി എന്നുള്ളൊരു കാര്യം നമ്മളിവിടെ വായിക്കുന്നത്. അപ്പോ ഇവിടെ അതിന്റെ 12-ാമത്തെ വാക്യത്തില് മരിച്ചവർ ആബാലവൃദ്ധം സിംഹാസനത്തിന്റെ ഈ വലിയ വെള്ള സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നത് കണ്ടു. പുസ്തക ചുരുളുകൾ എന്നുള്ള ആ വാക്യമൊക്കെ നമ്മൾ കണ്ടു. അത് വീഡിയോ ടേപ്പ് ഓഫ് മെമ്മറി, നമ്മുടെ ഒരു ഓർമ്മയുടെ ഒരു വീഡിയോ ടേപ്പ് എന്ന വണ്ണം അത് അവിടെ അവിശ്വാസികളുടെ ന്യായവിധിയാണ് നമ്മളിവിടെ വായിക്കുന്നത്. ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകം തുറന്നു. ജീവന്റെ പുസ്തകത്തിൽ അവരുടെ പേരില്ല എന്ന് അവിടെ വ്യക്തമാക്കാൻ വേണ്ടി ജീവന്റെ പുസ്തകം തുറക്കുന്നു, ബാക്കിയുള്ള പുസ്തകങ്ങളും തുറക്കുന്നു. ഓരോരുത്തരുടെ ഈ അവിശ്വാസികളുടെ ജീവിതത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളെല്ലാം അത് പുറം ലോകത്തിന് അത് അവരുടെ തന്നെ ഓർമ്മയിൽ സൂക്ഷിച്ചിരിക്കുന്ന ഒരു പുസ്തക ചുരുളെന്ന വണ്ണമുള്ള കാര്യങ്ങൾ അത് മുഴു ലോകത്തിന്, അതായത് നമ്മളുടെ മനോഭാവങ്ങള്, നമ്മളുടെ ഉദ്ദേശ ലക്ഷ്യങ്ങള്, ചിന്തകള്, വാക്കുകള്, പ്രവർത്തികള്, ആറ്റിറ്റ്യൂഡ്സ്, മോട്ടീവ്സ്, തോട്ട്സ്, വേർഡ്സ്, ഡീഡ്സ്, 5 മേഖലകളെങ്കിലും ഉള്ള കാര്യങ്ങള് അതെല്ലാം അവിടെ വെളിവാകുവാണ്. പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്നത് ഒത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവർത്തികൾക്കെടുത്ത ന്യായവിധി ഉണ്ടായി എന്ന് വായിച്ചിട്ടാണ് നമ്മൾ ഈ സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തതായിട്ട് വായിക്കുന്നത്. അപ്പം സമുദ്രം എന്ന് പറയുന്നത് നമ്മളിപ്പം കേട്ടതുപോലെ എന്താ, ഉൽപ്പത്തി 1:1 ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചതായിട്ടാണ് നമ്മൾ വായിക്കുന്നത്. സമുദ്രം ദൈവം ആദിയില് തുടക്കത്തിൽ സൃഷ്ടിച്ച കാര്യമല്ല. പിന്നെ ലൂസിഫറിന്റെ പതനത്തിന് ശേഷം 1-ാം അധ്യായത്തിൽ 1-ാമത്തെ, അതായത് ഉൽപ്പത്തി 1:1 കഴിഞ്ഞിട്ട് 2-ാമത്തെ വാക്യത്തില് നമ്മൾ എന്താ വായിക്കുന്നത്, അവിടെ ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു എന്ന് വായിക്കുന്നു. അപ്പം ദൈവ ഭൂമിയെ പാഴായും ശൂന്യമായും അല്ല സൃഷ്ടിച്ചത്, ദൈവം എല്ലാം ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടാണ് സൃഷ്ടിക്കുന്നത് എന്നുള്ള യെശയ്യാവിൽ അങ്ങനെ ഒരു വാക്യം നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ പിന്നീട്
ലൂസിഫർ നമ്മൾ അറിയപ്പെടുന്ന ആ ദൂതന്റെ വീഴ്ചയ്ക്ക് ശേഷമാണ് ഭൂമി പാഴായും ശൂന്യമായൊക്കെ ഇരുന്നത്. അപ്പൊ ആ 1-2 വാക്യങ്ങളുടെ ഇടയിലാണ് സമുദ്രം ഉണ്ടാകുന്നത്. ഇന്ന് നമ്മുടെ ഭൂമിയിൽ നമ്മൾ നോക്കുവാണെങ്കിൽ 3-2 സമുദ്രമാണ്, 3-1 മാത്രം ആ കരയായിട്ടുള്ളത്, ലാൻഡായിട്ടുള്ളത്. അപ്പൊ ആ സമുദ്രം സമുദ്രം എന്നുള്ള കാര്യം നമ്മളിപ്പോ ഈവൻ 21 അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിലും പുതിയ ആകാശവും പുതിയ ഭൂമിയും വരുമ്പോൾ പിന്നെ സമുദ്രവും ഇനി ഇല്ല എന്ന് നമ്മളവിടെ വായിക്കുന്നുണ്ട്. അപ്പൊ പിന്നെ കപ്പലിന്റെ ഒന്നും ആവശ്യമില്ല, വള്ളത്തിന്റെ ഒന്നും ആവശ്യമില്ല, സമുദ്രം ഇനി ഇല്ല എന്നുള്ളൊരു കാര്യം നമ്മളവിടെ വായിക്കുന്നുണ്ട്. അപ്പം ഇവിടെ സമുദ്രം മരിച്ചവരെ, അതാ നമ്മളെ തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു എന്ന് വായിക്കുമ്പോൾ അത് അതില് തടവിലാക്കപ്പെട്ട ദുഷ്ടാത്മാക്കളെ ഉദ്ദേശിച്ചായിരിക്കണം എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ നമ്മളത് വചനത്തോട് കമ്പയർ ചെയ്യുമ്പോൾ 2 പത്രോസ് 2-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിലേക്ക് നമ്മളൊന്ന് നോക്കുവാണെങ്കിൽ അവിടെ 2 പത്രോസ് 2-ാം അധ്യായത്തിന് 5-ാമത്തെ വാക്യത്തിൽ നോഹയുടെ കാര്യമാണ് പറഞ്ഞേക്കുന്നത്. നോഹ അതിന്റെ 2 പത്രോസ് 2:5 പുരാതന ലോകത്തെ ആദരിക്കാതെ ഭക്തി കെട്ടവരുടെ ലോകത്തിൽ ജലപ്രളയം വരുത്തിയപ്പോൾ നിധിപ്രസംഗിയായ നോഹയെ 7 പേരോടുകൂടി പാലിക്കുകയും. അപ്പൊ ആ നോഹയുടെ കാലത്ത് ചിലരെ ന്യായവിധിക്കായിട്ട് ഏൽപ്പിച്ച കാര്യമാണ് ഈ 4-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. അപ്പൊ നോഹയുടെ കാലത്ത് എന്താ സംഭവിച്ചത്? പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിക്കാതെ അന്ധതമസിന്റെ ചങ്ങലയിട്ട് അതാ പിറ്റ്സ് ഓഫ് ഡാർക്ക്നെസ്, അതാ നമ്മൾ അന്ധതമസിന്റെ ചങ്ങലയിട്ട് നരകത്തിലാക്കി ന്യായവിധിക്കായി കാക്കുവാൻ ഏൽപ്പിച്ചിരിക്കുന്നു എന്നുള്ളൊരു കാര്യം നമ്മളവിടെ വായിക്കുന്നുണ്ട്. നമ്മുടെ നോഹയുടെ കാലത്തെക്കുറിച്ച് നമ്മള് ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ അവിടെ എന്താ ദൈവപുത്രന്മാർ എന്നൊരു ഒരു പ്രയോഗം നമ്മളവിടെ വായിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിന് 1-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ മനുഷ്യൻ ഭൂമിയിൽ പെരുകി തുടങ്ങി, അവർക്ക് പുത്രന്മാർ ജനിച്ചപ്പോൾ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് പറയുമ്പോൾ ആദാമിന് ദൈവത്തിന്റെ പുത്രനായിട്ട് പറയുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ആദം സൺ ഓഫ് ഗോഡ്. അപ്പൊ ദൈവത്തിൽ നിന്ന് നേരിട്ടുള്ള സൃഷ്ടി എന്നുള്ള നിലയിലാണ് ആദാമിനെ ദൈവത്തിന്റെ പുത്രൻ എന്നുള്ള നിലയിൽ വിളിച്ചിരിക്കുന്നത്. എന്നാൽ ആദാം മാനസാന്തരപ്പെടുന്നത് നമ്മൾ കാണുന്നില്ല. അപ്പൊ ആ ഒരു അർത്ഥത്തിലുള്ള ദൈവപുത്രൻ എന്നുള്ള വാക്കല്ല, ദൈവത്തിൽ നിന്നുള്ള ഡയറക്റ്റുള്ള സൃഷ്ടി എന്നുള്ള അർത്ഥത്തിൽ ആദാമിനെ ദൈവത്തിന്റെ പുത്രൻ എന്ന് വിളിച്ചിരിക്കുന്നത്. അതേപോലെ ദൈവത്തിന്റെ ഡയറക്റ്റ് സൃഷ്ടികളായിരുന്നു ദൂതന്മാര്. അപ്പൊ ഇവിടെ ദൂതന്മാരെ കുറിക്കുന്നതാണ് ഈ ദൈവത്തിന്റെ പുത്രന്മാർ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ അതാ നമ്മളിവിടെ വായിക്കുന്നത്. അവർക്ക് പുത്രന്മാർ ജനിച്ചപ്പോൾ ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രന്മാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ച ഏവരെയും ഭാര്യമാരായി എടുത്തു. അപ്പം ദൂതന്മാർക്ക് മനുഷ്യ ശരീരമില്ല. അപ്പം പുരുഷന്മാരായിട്ടുള്ള അതുപോലെ ഭൂതാത്മാക്കൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഗന്ധർവൻ എന്നൊക്കെ പറയുന്നത് പോലെ ഭൂതാത്മാക്കൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന പുരുഷന്മാരിൽ ഈ ദൂതന്മാരെ അവരെ പ്രവേശിച്ച് മനുഷ്യ സ്ത്രീകളുമായിട്ട് ബന്ധത്തിൽ ഏർപ്പെടുകയും അങ്ങനെയുള്ള വലിയ അങ്ങനെയുള്ള പാപം ഒക്കെ നടക്കുന്ന ആ പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ഇന്ന് ബാക്കിയുള്ള ഒരുപാട് ഭൂതാത്മാക്കള് ഇന്ന് ചുറ്റി നടക്കുന്നത് പോലെ ചുറ്റി വിഹരിക്കുവാന് ഈ പാപം ചെയ്ത ദൂതന്മാരെ ദൈവം അനുവദിക്കുന്നില്ല. അവരെ ദൈവം റിസർവ് ചെയ്ത് വെച്ചേക്കുവാണ് ജഡ്ജ്മെന്റിനായിട്ട്. അതാ നമ്മളിവിടെ ഇപ്പം 2 പത്രോസ് 2-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ച റിസർവ്ഡ് ഫോർ ജഡ്ജ്മെന്റ്. അവരെ ന്യായവിധിക്കായിട്ട് കാക്കപ്പെട്ടിരിക്കുവാണ്, അവരെ ന്യായവിധിക്കായിട്ട് അവരെ അവിടെ ഏൽപ്പിച്ചു വെച്ചേക്കുവാണ്. അപ്പൊ ഒരുപക്ഷെ സമുദ്രം അതിലുള്ള വരെ ഏൽപ്പിച്ചു, മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു എന്ന് നമ്മളിവിടെ വെളിപ്പാട് 20:13 വായിക്കുമ്പോൾ ഒരുപക്ഷെ ഈ ദുഷ്ടാത്മാക്കളെ ആയിരിക്കാം ഉദ്ദേശിക്കുന്നത് എന്നാണ് നമ്മൾ വചനത്തോട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. നിത്യതയിലെ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ എന്തുവാന്നുള്ള കാര്യം കുറച്ചുകൂടെ നമുക്ക് വ്യക്തമാവും. അതാ നമ്മളിപ്പം വായിച്ച സമുദ്രം തന്നെയുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. പിന്നെ മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ എന്നുവെച്ചാല് അവിശ്വാസികളായിട്ടുള്ള മരിച്ചവർ എങ്ങോട്ടാ പോകുന്നത്? പാതാളത്തിലേക്കാ പോകുന്നത്, ഹേഡീസിലോട്ടാ പോകുന്നത്. അവിടെ നമ്മള് ധനവാനും ലാസറസും മരിക്കുമ്പോ ധനവാന് അവന് പാതാളത്തിലേക്ക് പോയി, ലാസറസ് എബ്രഹാമിന്റെ
മാർവിലേക്ക് പോയി. എബ്രഹാംസ് ബുസം, അത് പാരഡൈസ് പർദീസയ്ക്കുള്ള ഒരു വാക്കായിട്ടാണ് എബ്രഹാംസ് ബുസം എന്നുള്ളൊരു പദപ്രയോഗം ഉള്ളത് യഹൂദന്മാർക്കിടയിൽ. അപ്പോൾ ആ നരകത്തിനും സ്വർഗത്തിനും തമ്മിൽ വലിയൊരു വിടവുണ്ടായിരുന്നു എന്നുള്ള കാര്യമൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ കർത്താവിന്റെ പുനരുദ്ധാനത്തിന് ശേഷം കർത്താവ് ഉയർത്തെഴുന്നേറ്റപ്പോൾ ഈ സ്വർഗവും കൂടെ, മൂന്നാം സ്വർഗം കൂടെ കർത്താവ് ഇപ്പോ ആ മൂന്നാം സ്വർഗം ആയിരിക്കുന്ന ഇടങ്ങളിലേക്ക്, ഭൂമിയുടെ അന്തർഭാഗത്തു നിന്ന് അത് മുകളിലേക്ക് കൊണ്ടുപോയി എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്ന് നീ എന്നോടുകൂടി പർദീസയിൽ ഇരിക്കുമെന്ന് ഒരു വശത്ത് മരിച്ച കള്ളനോട് പറയുമ്പോൾ കർത്താവ് അന്ന് തന്നെ ഭൂമിയുടെ അന്തർഭാഗത്തായിരുന്നു എന്നുള്ള കാര്യം കർത്താവിന് പറയുന്നുണ്ട്. യോന തിമിംഗലത്തിന്റെ ഉള്ളിലെ 3 രാവും 3 പകൽ വരുന്നത് പോലെ മനുഷ്യപുത്രൻ ഭൂമിയുടെ അന്തർഭാഗങ്ങളിലായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പം പർദീസ് ഭൂമിയുടെ അന്തർഭാഗങ്ങളിലായിരുന്നു അന്ന്, അതുവരെ കർത്താവിന്റെ ആ സ്വർഗാരോഹണം വരെ. എന്നാൽ കർത്താവ് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുമ്പോൾ കർത്താവ് ഈ മൂന്നാം സ്വർഗത്തെ അല്ലെങ്കിൽ പർദീസയും കൂടെ ആണ് കർത്താവ് മുകളിലേക്ക് കൊണ്ടുപോയി എന്നുള്ളൊരു കാര്യം നമ്മൾ വായിക്കുന്നത്. പിന്നീട് പൗലോസ് മൂന്നാം സ്വർഗത്തിലേക്ക് താഴ്ത്തപ്പെട്ടു എന്നല്ല വായിക്കുന്നത്, മൂന്നാം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നാണ് വായിക്കുന്നത്. ഹി വാസ് ടേക്കൺ അപ് ടു ദ തേർഡ് ഹെവൻ. അപ്പം മൂന്നാം സ്വർഗം ഇപ്പം ഭൂമിക്ക് അടിയിലല്ല ഉണ്ടായിരുന്നത്. എന്നാൽ കർത്താവ് എബ്രഹാമിന്റെയും ലാസറിന്റെയും ധനവാന്റെയും കഥ പറയുന്ന സമയത്ത് പർദീസ ഭൂമിക്കുള്ളിലായിരുന്നു. നരകവുമായിട്ടുള്ള വലിയൊരു വിടവിന്റെ കാര്യമൊക്കെ നമ്മളിവിടെ ആ ലാസറിന്റെയും ധനവാന്റെയും ആ ഒരു സംഭവകഥ, അതൊരു ഉപമയല്ല, മറിച്ച് ഒരു ഉപമയിലും കർത്താവ് ആരുടെയും പേര് പറഞ്ഞിട്ടില്ല. ഇതൊരു സംഭവകഥയായിട്ട്, റിയൽ സ്റ്റോറിയായിട്ട് കർത്താവ് ലൂക്കോസ് 16-ാം അധ്യായത്തിന് അവസാനം പറയുന്ന ഒരു കാര്യം നമ്മളവിടെ വായിക്കുന്നുണ്ട്. അപ്പോൾ 2 Corinthians 12 ആ 2-ാമത്തെ വചനത്തില് such a man was caught up to the third heaven എന്ന് നമ്മൾ വായിക്കുന്നത്. മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു എന്നുള്ള കാര്യം. അപ്പം മൂന്നാം സ്വർഗത്തിലേക്ക് മുകളിലേക്ക് എടുക്കപ്പെട്ട ഒരു അനുഭവമാണ് പൗലോസ് പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാല് എന്താ, അവിശ്വാസികള് അവരാ പാതാളത്തിലേക്ക്, ഇന്ന് അവിശ്വാസികളായിട്ടുള്ള ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ, വിശ്വാസിയായിട്ടുള്ള മനുഷ്യനായാലും അവിശ്വാസിയായിട്ടുള്ള മനുഷ്യനായാലും അത് ദഹിപ്പിക്കപ്പെടുകയോ അല്ലെങ്കിൽ മണ്ണിനടിയില് ശവപ്പെട്ടിയില് നമ്മള് മൂടുകയോ ചെയ്യുമ്പോൾ ഭൂമിയില് ആ ശരീരത്തിന്റെ അവശിഷ്ടങ്ങൾ ഭൂമിയിൽ അങ്ങ് ലയിച്ചു ചേരുന്നു. എന്ന് ആ മരിക്കുന്ന നിമിഷം തന്നെ, ഫ്യൂണറൽ സെറമണിക്ക് പോലും വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. എന്നാൽ മരിക്കുന്ന അതേ നിമിഷം കാണാൻ തന്നെ ആ മനുഷ്യന് രക്ഷിക്കപ്പെട്ട ഒരാളാണെങ്കിൽ കർത്താവിന്റെ സന്നിധിയിലേക്ക്, സ്വർഗത്തിലെ കർത്താവിന്റെ സന്നിധിയിലെ ഒരു വിശ്രമത്തിലേക്ക് ആ മനുഷ്യന്റെ ആത്മാവും ദേഹിയും, സ്പിരിറ്റ് ആൻഡ് സോൾ ചെല്ലും. രക്ഷിക്കപ്പെടാത്ത ഒരാളാണ്, കർത്താവിനാൽ വീണ്ടെടുക്കപ്പെടാത്ത ഒരുവളാണെന്നുണ്ടെങ്കിൽ അത് ഭൂമിക്കുള്ളിലുള്ള ആ പാതാളത്തിലേക്ക്, ഹേഡീസിലേക്ക്, നരകത്തിലേക്ക് ആയിരിക്കും ആ മനുഷ്യന്റെ ആത്മാവും ദേഹിയും പോകുന്നത് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ഈ വചനങ്ങളെല്ലാം ചേർത്ത് വെക്കാൻ നമ്മൾക്ക് മനസ്സിലാവുന്നത്. എന്നാൽ കർത്താവ് തിരിച്ചു വരുമ്പോ ആദ്യം ജീവിച്ചിരിക്കുന്നവരായ നമ്മൾ രൂപാന്തരപ്പെടുന്നതിന് മുമ്പേ മരിച്ചവർ അക്ഷരായിട്ട് ഉയർത്തെഴുന്നേൽക്കും എന്നുള്ള കാര്യമൊക്കെ നമ്മൾ 2 Thessalonians 4-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. അപ്പം മരിച്ചവരുടെ അവരുടെ ആ ബോഡി, അവരുടെ ആ ശരീരത്തിന്റെ ആ എലമെന്റ്സ് എല്ലാം കൂടെ കൂടിച്ചേർന്നൊരു ഒരു പുനരുദ്ധാന ശരീരമാകുന്നു. അവരുടെ ആത്മാവും ദേഹിയും കൂടെ അതിലോട്ട് കൂടിച്ചേരുന്നു. അങ്ങനെ ഒരു പുനരുദ്ധാന ശരീരത്തോടെ കർത്താവിൽ മരിച്ചവർ ആദ്യം കർത്താവിനെ റിസീവ് ചെയ്യാൻ വേണ്ടി പോവും. ജീവിച്ചിരിക്കുന്നവരായിട്ടുള്ള നമ്മളും രൂപാന്തരപ്പെട്ട് കണ്ണുമിക്കുന്ന നേരത്തിനുള്ളിൽ കർത്താവിനെ റിസീവ് ചെയ്യാനായിട്ട് നമ്മളും മധ്യാകാശത്തിലേക്ക് നമ്മളും എടുക്കപ്പെടും. അത് കഴിഞ്ഞിട്ട് കർത്താവിന്റെ സഹസ്രാബ്ദ വാഴ്ചയ്ക്ക് ശേഷം അതുവരെ കർത്താവിൽ അല്ലാതെ അവിശ്വാസികളായിട്ട് മരിച്ചവരായിരിക്കുന്നവരുടെ ന്യായവിധിയുടെ സമയത്ത് അവരും മരിച്ചവരും കർത്താവിന്റെ മുമ്പാകെ വന്ന് ഈ വെള്ള സിംഹാസനം മുമ്പ് വന്ന് നിൽക്കുന്ന ഒരു കാര്യം നമ്മളവിടെ വായിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അവരെ നിത്യമായിട്ടുള്ള ആ തീപ്പൊയ്കിലേക്ക് ഇടുന്ന കാര്യം നമ്മളിപ്പം അതിന്റെ അടുത്ത വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. അവിടെ ഈ 2 വാക്യത്തിലും 12-ലും 13-ലും നമ്മൾ വീണ്ടും വായിക്കുന്ന ഒരു കാര്യം, പ്രവൃത്തികൾക്കടുത്ത് ന്യായവിധി ഉണ്ടായി എന്ന് വായിക്കുന്നുണ്ട്. പ്രവൃത്തികൾക്കടുത്ത് അല്ലെങ്കിൽ പ്രവൃത്തികൾക്ക് ഒത്തവണ്ണമുള്ള, അക്കോർഡിംഗ് ടു ദെയർ ഡീഡ്സ്,
അവിശ്വാസികൾക്കും ഒരേ ശിക്ഷാവിധിയല്ല. ഒരുപാട് പേരെ കൊല്ലുകയും ഉപദ്രവിക്കുകയും അല്ലെങ്കിൽ ഒരുപാട് ആക്രമണങ്ങളും പരാക്രമങ്ങളും ഒക്കെ നടത്തിയിട്ടുള്ള ആൾക്കാർക്ക് ഒരുപാട് പേരെ ചൂഷണം ചെയ്യുകയും ഒരുപാട് പേരെ വിഷമിപ്പിക്കുകയും വേദനിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളവർക്ക് അതിനനുസരിച്ചുള്ള കയ്യിന്റെ പാപത്തിന് കൂടുതൽ ശിക്ഷാവിധിയാണ് ആദാമിന്റെ പാപത്തെക്കാൾ എന്ന് പറഞ്ഞതുപോലെ. എന്ന് കർത്താവിനെ അറിയാതെ ചിലരങ്ങ് നരകത്തിലേക്ക് നിബന്ധിക്കുന്നു. അപ്പം എല്ലാവർക്കും ഒരേ ശിക്ഷാവിധി ആയിരിക്കത്തില്ല, എല്ലാ വിശ്വാസികൾക്കും ഒരേ ശിക്ഷാവിധി ആയിരിക്കില്ല എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ഇവിടെ അതിന്റെ 12-13 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. അപ്പം മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെന്ന് പറയുമ്പോൾ അത് അവിശ്വാസികളെ കുറിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പിന്നെ ഈ തടവിലാക്കപ്പെട്ട ദുഷ്ടാത്മാക്കളെ ആയിരിക്കണം സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു എന്നുള്ളതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ 14-ാമത്തെ വാക്യം ഇപ്പം വേറെ വായിക്കുകയും അത് ഡിസ്പ്ലേ ചെയ്യുകയും ചെയ്യുമല്ലോ. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. മരണശേഷം എന്ത് സംഭവിക്കുമെന്ന് ധനവാന്റെയും ലാസറിന്റെയും കഥയിലൂടെ യേശു വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ലൂക്കോസ് 16:19 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിലെ ഇതൊരു ഉപമയല്ല, യഥാർത്ഥ സംഭവമാണ്. യാതനാ സ്ഥലത്തെ അഗ്നിജ്വാലകൾക്ക് ഇടയിൽ കിടന്നുകൊണ്ട് ധനവാൻ പറുദീസയിൽ അബ്രഹാമിനെയും ലാസറിനെയും കണ്ട് തന്റെ നാവൊന്ന് തണുപ്പിക്കാൻ വെള്ളത്തിനായി കേണു. സത്യത്തിൽ ആ സമയത്ത് അവന് നാവുണ്ടായിരുന്നില്ല. ശരീരം ഭൂമിയിൽ സംസ്കരിക്കപ്പെടുകയും ആത്മാവ് മാത്രം പാതാളത്തിൽ ആയിരിക്കുകയും ചെയ്തിരുന്ന ആ അവസ്ഥയിൽ അക്ഷരീകമായി ഒരു നാവ് ഉണ്ടായിരിക്കുകയില്ലല്ലോ. എന്നാൽ ജീവിതകാലം മുഴുവൻ തനിക്ക് നാവ് ഉണ്ടായിരുന്നതിനാൽ ഇപ്പോഴും ഉണ്ടെന്നാണ് അവന്റെ ചിന്ത. മരിച്ചവർ അവരുടെ ചുറ്റുപാടുകളെ കുറിച്ച് ഉടൻ തന്നെ ബോധവാന്മാരായിരിക്കും. പറുദീസയിലും പാതാളത്തിലും ഉള്ളവർക്ക് അന്യോന്യം കാണുവാനും അന്യോന്യം സംസാരിക്കുവാനും കഴിയും. എന്നാൽ ഈ രണ്ട് സ്ഥലത്തിനും ഇടയിൽ വലിയ ഒരു പിളർപ്പുണ്ട്, അത് മറികടക്കാൻ ആവില്ല. ശരീരം വിട്ട ആത്മാക്കളുടെ വിശ്രമസ്ഥലമായ പാതാളത്തെ ഹെയ്ഡ്സ് എന്ന് ഗ്രീക്കിലും ഷിയോൾ എന്ന് ഹിബ്രുവിലും വിളിക്കുന്നു. ഈ പാതാളത്തിന് 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് യാതനാസ്ഥലം അഥവാ നരകം, അവിടെയാണ് ധനവാൻ ചെന്ന് ചേർന്നത്. രണ്ടാമത്തെ പറുദീസ അഥവാ അബ്രഹാമിന്റെ മടി, ലാസർ അവിടേക്കാണ് പോയത്. ക്രൂശീകരണ സമയത്ത് മാനസാന്തരപ്പെട്ട കള്ളനോട് യേശു പറഞ്ഞു, നീ ഇന്ന് എന്നോടുകൂടെ പറുദീസയിലിരിക്കും. ലൂക്കോസ് 23:43. യേശു പാതാളത്തിലേക്ക് ഇറങ്ങി എന്ന് പ്രവൃത്തിയുടെ പുസ്തകം 2:27 നാം വായിക്കുന്നു. ഈ തിരുവെഴുത്തുകളെ കൂട്ടി വായിച്ചാൽ യേശു മരണാനന്തരം കള്ളനോടൊത്ത് പാതാളത്തിന്റെ പറുദീസ എന്ന ഭാഗത്തേക്കാണ് പോയതെന്ന് മനസ്സിലാകും. മത്തായി 12:40 യേശു പറഞ്ഞു, യോന കടലാനയുടെ വയറ്റിൽ 3 രാവും 3 പകലും ഇരുന്നത് പോലെ മനുഷ്യപുത്രൻ 3 രാവും 3 പകലും ഭൂമിയുടെ ഉള്ളിൽ ഇരിക്കും. അരിമത്തിയിലെ ജോസഫിന്റെ വക കല്ലറയിലാണ് യേശുവിന്റെ ശരീരം ഇരുന്നിരുന്നത്. എന്നാൽ താൻ പറഞ്ഞതുപോലെ അവിടുന്ന് ഈ സമയത്ത് ഭൂമിയുടെ ഉള്ളിൽ ആയിരുന്നു. യേശുവിന്റെ മരണസമയത്ത് ദേഹം വിടുന്ന ആത്മാക്കളുടെ വിശ്രമസ്ഥലം പാതാളം ഭൂമിയുടെ ഉള്ളിൽ ആയിരുന്നു. യേശുവും ലാസറും അനുദപിച്ച കള്ളനും എല്ലാം ഈ പാതാളത്തിന്റെ പറുദീസ എന്ന ഭാഗത്തേക്കാണ് പോയത്. അബ്രഹാമും അവിടെ ആയിരുന്നുവല്ലോ. എന്നാൽ പുനരുത്ഥാനം ചെയ്ത യേശു സ്വർഗത്തിലേക്ക് കയറിയപ്പോൾ അവിടെ നിന്ന് ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടാണ് കയറിപ്പോയതെന്ന് എഫേസ്യർ 4:8 പറയുന്നു. അതിന്റെ അർത്ഥം പാതാളത്തിന്റെ പറുദീസ എന്ന ഭാഗത്ത് ഉണ്ടായിരുന്ന എല്ലാവരെയും അവിടുന്ന് 3-ാം സ്വർഗത്തിൽ പിതാവിന്റെ സന്നിധിയിൽ എത്തിച്ചു എന്നാണ്. ഈ പറുദീസ ഭൂമിയുടെ ഉള്ളിലല്ല.
അത് മൂന്നാം സ്വർഗത്തിൽ പിതാവിന്റെ സന്നിധിയാണ്. ഞാൻ പറുദീസയോളം, അതായത് മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു എന്ന് പൗലോസിന്റെ വാക്കുകളിൽ നിന്ന് ഇത് വ്യക്തമാണ്. 2 കൊരിന്ത്യർ 12:4. പക്ഷേ നരകം ഇപ്പോഴും ഭൂമിയുടെ ഉള്ളിലാണ്. ഒടുവിൽ നരകത്തെ അഗ്നിപ്പൊയ്കയിൽ തള്ളിയിടും. നമ്മളിപ്പോ വെളിപാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം, മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു എന്നുള്ളൊരു കാര്യം നമ്മളിവിടെ വായിക്കുന്നേ. മരണത്തെയും അതിനുശേഷം പിന്നെ മരണമില്ല, അപ്പൊ മരണത്തെ അങ്ങ് തീപ്പൊയ്കയിലേക്ക് തള്ളിയിടുവാണ്. പിന്നെ പാതാളത്തെയും, അപ്പൊ ഈ പാതാളം എന്നുള്ളൊരു കാര്യം അതാണ് നമ്മളിപ്പം കുറച്ച് വിശദമായിട്ട് പല വാക്കുകൾ, ഹേഡീസ് എന്നുള്ളൊരു വാക്ക്, ഹേഡീസ് എന്നുള്ള ആ പാതാളം എന്നുള്ള വാക്ക് അത് അത് ഗ്രീക്ക് ലാംഗ്വേജിലും ഹേഡീസ് എന്ന് ഹീബ്രു ലാംഗ്വേജിൽ എബ്രായ ഭാഷയിലാണല്ലോ പഴയ നിയമം എഴുതപ്പെട്ടുള്ളത്. ഷിയോൽ എന്നുള്ള വാക്ക ഉപയോഗിച്ചിട്ടുള്ളത്. അത് പ്ലേസ് ഓഫ് ദ ഡിപ്പാർട്ടഡ് സ്പിരിറ്റ്സ്, അതായത് മരിച്ചതിന് ശേഷമുള്ള ആത്മാക്കളുടെ ആ ഒരു വാസസ്ഥലം, വിശ്രമസ്ഥലം, ശരീരം വിട്ട ആത്മാക്കളുടെ വിശ്രമസ്ഥലത്തെയാണ് ഈ ഹേഡീസ് അല്ലെങ്കിൽ ഷിയോൽ എന്നുള്ള അത് ഗ്രീക്ക് ഭാഷയിലെ ഹേഡീസ്, അതായത് പുതിയ നിയമ പുസ്തകങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ഹേഡീസ് എന്നുള്ള കാര്യം, അല്ലെങ്കിൽ പാതാളം, പഴയ നിയമത്തില് ഷിയോൾ എന്നുള്ളൊരു കാര്യമൊക്കെ, ആ ഒരു വാക്കൊക്കെ നമ്മള് സങ്കീർത്തന പുസ്തകത്തിലും ഉത്തമഗീതത്തിലും ഒക്കെ നമ്മളവിടെ വായിക്കുന്നുണ്ട്, ഷിയോൽ എന്നുള്ളൊരു വാക്ക്. അപ്പൊ ഈ ഹേഡീസിന് അല്ലെങ്കിൽ ഷിയോലിന് 2 സെക്ഷൻ ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യമാണ് നമ്മള് മനസ്സിലാക്കുന്നത്. എങ്ങനെയാന്ന് വെച്ചാല് അത് നമ്മൾ വചനത്തോട് താരതമ്യം ചെയ്യുമ്പോൾ മനസ്സിലാവുന്ന കാര്യമാണ്. ഇപ്പം അത് വളരെ വ്യക്തമായിട്ട് മലയാളത്തിൽ നമ്മളിപ്പോൾ അത് വായിച്ചു കേട്ടു, നമുക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നത്. അല്ലെങ്കിൽ ഒന്നുകൂടെ വായിച്ചാൽ, 2-3 തവണ ഒന്നുകൂടെ തിരുത്തി വായിച്ചാൽ മനസ്സിലാവും. ഇത്രയേ ഉള്ളൂ. നമ്മളിപ്പോ കർത്താവ് പാതാളത്തിലേക്ക് ഇറങ്ങി എന്നുള്ളൊരു പദപ്രയോഗം നമ്മളവിടെ അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിന്റെ 27 അത് 16-ാം സങ്കീർത്തനത്തിന്റെ കൊട്ടേഷൻ ഉദ്ധരണി നമ്മളവിടെ വായിക്കുന്നുണ്ട്. 16-ാം സങ്കീർത്തനത്തിൽ നിന്നുള്ള ആ ഒരു ഉദ്ധരണി അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യത്തില് പത്രോസ് പെന്തക്കോസ്ത് നാളില് ഉദ്ധരിക്കുകയാണ്. അവിടെ നീ എന്നെ അവിടുത്തെ മുഖം കൊണ്ട്, സാന്നിധ്യം കൊണ്ട് സന്തോഷപൂർണ്ണനാക്കും എന്നുള്ള വാക്യമൊക്കെ എന്റെ 28-ാമത്തെ വാക്യം, എന്റെ തൊട്ട് മുമ്പത്തെ വാക്യമാണ് നമ്മളിപ്പം ഈ പറയുന്നത്. നീ എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയില്ല എന്നുള്ളൊരു കാര്യം നമ്മളിവിടെ വായിക്കുന്നത്. സോ യു വിൽ നോട്ട്, അത് നമ്മളിങ്ങനെ വായിക്കുന്നത് പാതാളത്തിൽ വിടുകയില്ല എന്നുള്ളത്, യു വിൽ നോട്ട് അബാൻഡൻ മൈ സോൾ ടു ഹേഡീസ്, അവിടെ തന്നെ തങ്ങുവാന് വിടുകയില്ല എന്നുള്ളൊരു കാര്യമാണ് നമ്മളവിടെ വായിക്കുന്നത്, പാതാളത്തിൽ തന്നെ ആയിരിക്കുവാൻ. അപ്പം കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്നുള്ളൊരു കാര്യമാണ് അവിടെ ആ മെസ്സിയാനിക് സാം, അല്ലെങ്കിൽ ആ ഒരു മെസ്സിഹയെ കുറിച്ച് പ്രവചനാത്മാവിൽ പറയുന്ന ആ ഒരു സങ്കീർത്തനത്തിൽ ദാവീദ് പരിശുദ്ധാത്മാവിനാൽ അങ്ങനെ പ്രവചനാത്മകമായിട്ട് പറയുന്നത്. നമ്മളിപ്പം ഓൾറെഡി ഇപ്പം നമ്മൾ പറഞ്ഞതുപോലെ ലൂക്കോസ് 23:43 കർത്താവ് കള്ളനോട് പറഞ്ഞു, നീ എൻ്റെ കൂടെ പർദീസിൽ ഇരിക്കുമെന്ന് പറഞ്ഞു. കർത്താവ് തന്നെ മത്തായി 12:40 വാക്യത്തിലാണ് യോന കടലാനയുടെ വയറ്റിൽ 3 രാവും 3 പകലും ഇരുന്നത് പോലെ മനുഷ്യപുത്രനും 3 രാവും 3 പകലും ഭൂമിയുടെ ഉള്ളിലായിരിക്കും, അന്തർഭാഗങ്ങളിലായിരിക്കും എന്നുള്ളൊരു കാര്യം പറയുന്നത്. അപ്പം A=B, B=C എന്ന് പറയുന്നത് പോലെ, അപ്പൊ A=C എന്ന് പറയുന്നത് പോലെ കർത്താവ് പറയുന്നു പർദീസയില് നീ ഇന്ന് എന്റെ കൂടെ ഇരിക്കുമെന്ന് കള്ളനോട് പറയുന്നു. കർത്താവ് 3 രാവും 3 പകലും ഭൂമിയുടെ അന്തർഭാഗങ്ങളിലായിരിക്കും യോന കടലാനയുടെ ഉള്ളിലിരുന്നത് പോലെ എന്ന് പറയുമ്പോൾ പർദീസ അന്ന് ഭൂമിയുടെ ഉള്ളിലായിരുന്നു എന്നുള്ള കാര്യമാണ് നമ്മൾ അവിടുന്ന് മനസ്സിലാക്കുന്നത്. അപ്പം നമ്മൾ ലാസറസിന്റെ ഉപമയല്ല, ലാസറസിന്റെ യഥാർത്ഥ സംഭവകഥ നമ്മള് ലാസറിന്റെ സംഭവകഥ, ധനവാന്റെയും ലാസറിന്റെയും സംഭവകഥ നമ്മളിവിടെ വായിക്കുന്നത് ലൂക്കോസ് 16:19 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിലാണ്. അവിടെയും ഈ പർദീസയും നരകവും തമ്മിലൊരു, പർദീസ അല്ലെങ്കിൽ എബ്രഹാമിന്റെ മടി, എബ്രഹാമിന്റെ മാർവിടവും പിന്നെ നരകവും തമ്മിൽ വലിയൊരു വിടവ് ഉള്ള ഒരു കാര്യം, വലിയൊരു ക്യാസം ഉള്ള ഒരു കാര്യം നമ്മളവിടെ, വലിയൊരു പിളർപ്പുള്ളൊരു കാര്യമൊക്കെ നമ്മൾ അവിടെ
ലൂക്കോസ് 16 നമുക്ക് ആ വാക്യം ഒന്ന് എടുത്ത് നോക്കണമെങ്കിൽ ലൂക്കോസ് 16 19 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ ആ കാര്യങ്ങൾ കാണുന്നുണ്ടല്ലോ. അപ്പൊ അവിടെ ലൂക്കോസ് 16 19 മുതൽ ധനവാനും ലാസറും അവിടെ ഗ്രേറ്റ് കാസം 26 വാക്യത്തിൽ അത്രയുമല്ല ഞങ്ങൾക്ക് നിങ്ങൾക്ക് നടുവെ വലിയൊരു പിളർപ്പുണ്ടാക്കിയിരിക്കുന്നു. ഇവിടെ നിന്ന് നിങ്ങളുടെ അടുക്കിലേക്ക് കടന്നു വരുവാൻ ഇച്ഛിക്കുന്നവർക്ക് കഴിയില്ല, അവിടെ നിന്ന് ഞങ്ങളുടെ അടുക്കിലേക്ക് കടന്നു വരുവാനും പാടില്ല എന്ന് പറഞ്ഞു. ഇന്ന് പറയുന്നൊരു കാര്യം നമ്മളവിടെ എബ്രഹാം പറയുന്നൊരു കാര്യമാണ് അവിടെ നമ്മൾ വായിക്കുന്നത്. അപ്പം ആ വലിയൊരു പിളർപ്പിനെ കുറിച്ച് നമ്മളോട് വായിക്കുന്നത്. അപ്പൊ ആ സമയത്ത് ഭൂമിയുടെ അന്തർഭാഗത്തായിരുന്നു പർദീസ ഉണ്ടായിരുന്നത്, നരകവും ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ പാതാളം അല്ലെങ്കിൽ ഹേഡീസ് അല്ലെങ്കിൽ ഷിയോൽ എന്നുള്ള പദത്തിന് 2 സെക്ഷൻ ഉണ്ടായിരുന്നു. ഒരു നരകത്തിന്റെ സെക്ഷനും ഒരു പർദീസയുടെ സെക്ഷനും ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ കർത്താവും അനുദപിച്ച കള്ളനും എബ്രഹാമും ലാസറും എല്ലാം അല്ലെങ്കിൽ പഴയ നിയമ ഭക്തന്മാര് ആ ഒരു സത്യദൈവത്തിലുള്ള വിശ്വാസത്തോടെ മരിച്ച പഴയ നിയമ ഭക്തന്മാരും എല്ലാം ആ പർദീസ ആകുന്ന പാതാളത്തിന്റെ സെക്ഷനിലോട്ടാ പോയത്. കർത്താവ് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുമ്പോൾ കർത്താവ് ബദ്ധന്മാരെയും കൂടെ കൊണ്ടുപോയി എന്ന് നമ്മളവിടെ എഫേസർ 2:8 എഫേസർ 4:8 വാക്യത്തിൽ വായിക്കുന്നുണ്ട്. എഫേസർ 4:8 നമ്മൾ വായിക്കുമ്പം അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പ്രയാസമുള്ളൊരു ഒരു പ്രയോഗമാണ്. എന്നാൽ നമ്മൾ എന്താ അവിടെ വായിക്കുന്നതെന്ന് പറഞ്ഞാല് എഫേസർ 4:8 അതുകൊണ്ട് അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു എന്ന് വായിക്കുന്നു. ആ ദാനങ്ങളാണ് ഈ 5 കാര്യങ്ങൾ. എന്താ? അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, 11 വാക്യം സുവിശേഷകന്മാർ, ഇടയന്മാർ, ഉപദേശകന്മാർ എന്നുള്ള ദാനങ്ങളെ കൊടുത്തതായിട്ട് നമ്മൾ വായിക്കുന്നത്. അപ്പം ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് പോയി എന്ന് വായിക്കുമ്പോൾ അവിടെ ആ പർദീസിൽ ഉണ്ടായിരുന്ന സത്യദൈവമാകുന്ന യഹോവയില് ഉള്ള വിശ്വാസത്തിൽ മരിച്ച പഴയ നിയമ ഭക്തന്മാരും ഒക്കെ ആയിട്ടുള്ളവരെ അവരെയെല്ലാം കർത്താവ് സ്വർഗത്തിലേക്ക് കർത്താവ് ഉയർത്തെഴുന്നേറ്റിട്ട് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുമ്പോൾ, ഉയർത്തെഴുന്നേൽക്കുമ്പോഴല്ല, സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുമ്പോൾ കർത്താവ് ഇവരെയും കൂടെ മുകളിലേക്ക് കൊണ്ടുപോയി. അപ്പം മുതലാണ് ഈ പർദീസ, കർത്താവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷമാണ് പർദീസ ഇപ്പോൾ ആയിരിക്കുന്ന ആ ഇടത്ത് 3-ാം സ്വർഗത്തില് ആയിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ വായിക്കുന്നത്. അപ്പൊ പർദീസ അല്ലെങ്കിൽ പർദീസയോളം 3-ാം സ്വർഗത്തോളം എന്നാണ് 2 കൊരിന്ത്യർ 12:4 പൗലോസ് തന്നെ അനുഭവം പറയുന്നത്. പർദീസയോളം 3-ാം സ്വർഗത്തോളം, പർദീസയും 3-ാം സ്വർഗവും അത് തോളം ഹി വാസ് കോട്ട് അപ്റ്റ്, ഉയരത്തിലേക്ക് എടുക്കപ്പെട്ട ഒരു കാര്യമാണ് നമ്മളവിടെ 2 കൊരിന്ത്യർ 12:4 വാക്യത്തിൽ വായിക്കുന്നത്. പിന്നെ അപ്പോ നമുക്കുണ്ടാകാമെന്ന ന്യായമായിട്ടുള്ളൊരു സംശയമാണ്, പുനരുദ്ധാന ശരീരമൊക്കെ പിന്നീടാണ് ഇവർക്ക് ശരീരങ്ങൾ, മരിച്ച ആത്മാക്കൾക്ക് പിന്നീട് ആ ശരീരം ഉണ്ടാവുന്നതെന്ന് നിങ്ങൾ പറയുന്നത്. അപ്പം പിന്നെ ഇവിടെ ലാസർ എൻ്റെ ഇടയ്ക്ക് ധനവാൻ പറയുവാണ്, എൻ്റെ നാവില് ലാസറിനോടൊന്ന് പറ, ഒരു വിരല് അതിനകത്ത് വെള്ളം മുക്കി എന്റെ നാവല്ലേ ഒന്ന് തൊടാൻ എന്ന് പറയുമ്പോൾ അവനിപ്പോ നാവ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവന് അവിടെ ശരീരം ഉണ്ടെന്നല്ലേ, അപ്പൊ അവൻ നരകത്തിൽ ശരീരം കൊണ്ടാണോ ഇരിക്കുന്നേ എന്നുള്ള ന്യായമായ ഒരു സംശയം നമുക്ക് വരാം. പക്ഷെ നമ്മള് എന്താ മനസ്സിലാക്കേണ്ടതെന്ന് ചോദിച്ചാൽ അവന്റെ ആത്മാവും ദേഹിയും മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ, നരകത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ആ ദേഹിയും ഉണ്ടായിരുന്നു, അതുകൊണ്ട് അവന് വികാരങ്ങളും ചിന്തകളും എല്ലാം ഉള്ളത്. എന്നാൽ ആയുഷ്കാലം മൊത്തവും ആയുസ് മൊത്തവും അവനൊരു ശരീരം ഉണ്ടായിരുന്നതുകൊണ്ട് ഇപ്പം അതുപോലൊരു വ്യഥയിലൂടെ അതുപോലൊരു ശിക്ഷാവിധിയിലൂടെ കടന്നു പോകുമ്പോൾ, അതീവ കഠിനമായിട്ടുള്ള ദാഹത്തിലൂടെ കടന്നു പോകുമ്പോൾ തനിക്കൊരു നാവുള്ളത് പോലെ അവന് തോന്നുന്നതാണ്. ഇപ്പം ഇതെന്നെ പറയുന്നേ ഫാൻറ്റം ലിംബ് എന്നൊക്കെ മെഡിക്കൽ സയൻസിൽ പറയുന്ന പറഞ്ഞാല് ഒരാളുടെ ചിലരുടെ കാല് മുറിച്ചു കളഞ്ഞാലും ആ കാല് ചൊറിയുന്നതായിട്ട് അവർക്ക് അനുഭവപ്പെടും. എന്ന് പറഞ്ഞാല് കാലില്ല, കാല് മുറിച്ചു കളയപ്പെട്ടെന്ന് കാലില് അവർക്ക് ഭയങ്കര ചൊറിച്ചിലാന്ന് പറയുന്നത്. ചിലത് ബ്രെയിനിൽ അവർ അങ്ങനെ പെർസീവ് ചെയ്യുന്നതാ എന്ന് പറയുന്നത് പോലെ ഈ നരകത്തിലായിരിക്കുമ്പോ അവർക്ക് അവിടെ ഒരു ശരീരം അന്ന് അവിടെ ധനവാന് കിട്ടിയിട്ടില്ല. ശരീരമൊക്കെ പിന്നീട് സഹസ്രാബ്ദ വാഴ്ചയൊക്കെ കഴിഞ്ഞ് ന്യായവിധിയുടെ സമയത്താണ് പിന്നീടുള്ള അവർക്കുള്ള
പ്രവൃത്തികൾക്ക് അത്തവണ്ണമുള്ള ന്യായവിധിയൊക്കെ ഉണ്ടാവുന്നത്. എന്നാൽ ഇവിടെ ആ ഒരു യാതനാ സ്ഥലത്തായിരിക്കുന്ന സമയത്ത് തന്നെ, യാതനാ സ്ഥലം അല്ലെങ്കിൽ നരകത്തിലായിരിക്കുന്ന സമയത്ത് തന്നെ അവന്റെ ശരീരം ഉള്ളതുപോലെ അവൻ അനുഭവപ്പെടുകയാണ് ചെയ്യുന്നതെന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ വായിക്കുന്നത്. അപ്പൊ ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരുവൻ ക്രിസ്തുവിൽ രക്ഷിക്കപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അവന്റെ ആ ഒരു അവസ്ഥ എങ്ങനെ ആയിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് ദൈവം തരുന്ന അവസരങ്ങളിൽ കർത്താവിനെ ഉയർത്താനും കർത്താവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയാനും ഒക്കെ നമ്മൾ ഉത്സാഹിക്കേണ്ടതായിട്ടുള്ളത്. ശരിയാണ്, നമുക്ക് ആരെയും മാനസാന്തരപ്പെടുത്താനൊക്കത്തില്ല, അത് ദൈവത്തിന്റെ ദാനമാണ്. എന്നാൽ നമുക്ക് ആൾക്കാർക്ക് വേണ്ടി, നമുക്ക് നമ്മളുടെ ചുറ്റുമുള്ളവർക്ക് വേണ്ടി, നമ്മളുടെ ബന്ധുക്കൾക്ക് വേണ്ടി, നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി, നമ്മളുടെ പരിചയക്കാർക്ക് വേണ്ടി, നമ്മുടെ ഇൻഫ്ലുവൻസ് ഉള്ളവർക്ക് വേണ്ടി എസ്പെഷ്യലി പ്രത്യേകിച്ച് നമുക്ക് പ്രാർത്ഥിക്കുകയും നമ്മുടെ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒക്കെ നമുക്ക് ചെയ്യാം. പിന്നെ നമുക്ക് ദൈവം തരുന്ന അവസരങ്ങളിൽ കർത്താവിനെ കുറിച്ച് പറയുകയും എങ്ങനെയെങ്കിലും കർത്താവിനെ ഉയർത്താനായിട്ട് നമുക്ക് ഇപ്പോൾ ഉള്ള ഏതൊരു സോഷ്യൽ മീഡിയയോ ഇതെല്ലാം ഉപയോഗിച്ചിപ്പം ഞാനാണെങ്കിൽ ഇപ്പം കുറെ നാളായിട്ട് നമ്മുടെ സ്റ്റാറ്റസ് ആയിട്ട് നമ്മുടെ സാക്ബറിന്റെ ആ ഡെയിലി ഡിവോഷൻസ് എന്റെ 2 വാട്സപ്പിലും സ്റ്റാറ്റസ് ആയിട്ട് ഇട്ടേക്കുക. അത് തന്നെ കേട്ട് പലർക്കും അത് അനുഗ്രഹമായ ഒരു സഹോദരൻ എസ്പെഷ്യലി അനുഗ്രഹമായി, അത് ഒത്തിരി ഉത്സാഹമായി എന്നുള്ള കാര്യമൊക്കെ എടുത്ത് പറയുന്നുണ്ടായിരുന്നു. അപ്പം പറഞ്ഞു വെച്ചാൽ എങ്ങനെയും എങ്ങനെയും ഈവൻ ഞങ്ങളെ പാട്ടുപാടി സ്റ്റുഡിയോയിൽ റെക്കോർഡ് ചെയ്ത് ഇട്ടതിന്റെയൊക്കെയും അത്യധികമായിട്ടുള്ള ഉദ്ദേശം ഇങ്ങനെ കർത്താവിന്റെ ഒരു ആശ്വാസം കിട്ടിയെങ്കിലും അനേകർ കർത്താവിലേക്ക് അറിയണം. സുവിശേഷ സന്ദേശം ഇട്ടുകൊടുത്താൽ ചിലത് കേൾക്കത്തില്ല. അപ്പൊ പിന്നെ പാട്ട് പക്ഷെ നമുക്ക് ഇട്ടുകൊടുത്താൽ അത്ര റെസിസ്റ്റൻസ് കുറച്ച് കുറവായിരിക്കും. അപ്പൊ അതുകൊണ്ട് അങ്ങനെങ്കിലും അതിലൂടെയെങ്കിലും ആ കർത്താവ് ആത്മനായകനായിട്ട്, ആത്മസ്നേഹിതനായിട്ടൊക്കെ, എന്റെ യേശുനായകനായിട്ടൊക്കെ പലർക്കും ആയിത്തീരണം എന്നുള്ള ആഗ്രഹത്തോടെ നമ്മളെ ഒരു അങ്ങനെ പാട്ട് ചെയ്യാന്നുള്ളൊരു ഭാരമൊക്കെ ദൈവം തന്നിട്ടും അങ്ങനെ ചെയ്തു. ഞാൻ പറഞ്ഞു വെച്ച് ഇങ്ങനെയും കർത്താവിലേക്ക് ആൾക്കാരെ നമുക്ക് കർത്താവിനെ ഉയർത്താം. നമുക്ക് തരുന്ന അവസരങ്ങളിൽ നമുക്കിപ്പോൾ ഒരു ട്രാക്ട് കൊടുക്കാനോ ബൈബിൾ കൊടുക്കാനോ പ്രാർത്ഥിക്കാമെന്ന് പറയാമോ, ഈ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന, അത് നമുക്ക് ദൈവം തരുന്ന ഒരു ആത്മാവിന്റെ പ്രേരണ അനുസരിച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. ദൈവാത്മാവാണ് എല്ലാം ചെയ്യുന്നത്. നമ്മൾ അതിൽ ഒന്ന് കോപ്പറേറ്റ് ചെയ്ത് സഹകരിച്ച് ദൈവത്തിന്റെ പ്രേരണയ്ക്ക് അനുസരിച്ച് മുമ്പോട്ട് നീങ്ങാം. എന്നാ ആ ഒരു അതിനോട് അവർ റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ, ഈ ഒരു കർത്താവിന്റെ ആ ഒരു സുവിശേഷത്തോട് റെസ്പോണ്ട് ചെയ്യാത്തവരോട്, പ്രതികരിക്കാത്തവരുടെ അവസ്ഥ ഇങ്ങനെയൊക്കെയുള്ള വലിയ പ്രയാസമുള്ള കാര്യങ്ങളായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ തീക്ഷ്ണതയോടെ പലർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുകയും പലരോടും നമ്മൾ അവരുടെ അറിവില്ലായ്മയിൽ അവർ പലരും എതിർക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും തുടർന്ന് അവരെ സ്നേഹിച്ച് കർത്താവിലേക്ക് അവരെ നടത്താനായിട്ട് നമ്മൾ ഭാരത്തോടെ ആയിരിക്കേണ്ട കാര്യം. ഒരുപക്ഷെ പാരമ്പര്യ ക്രിസ്ത്യാനിത്വത്തിൽ ആയിരിക്കുന്നവരായിരിക്കും പലരും, എന്നാൽ അവർക്ക് രക്ഷയുടെ അനുഭവം ഉണ്ടാവത്തില്ല. ഒരുപക്ഷെ കർത്താവിനെ കുറിച്ച് തന്നെ വേണ്ടവണ്ണം അറിയാത്തവരായിരിക്കാം. അപ്പൊ ഏതൊരവസ്ഥയിലിരുന്നാലും ആ ഒരു കർത്താവിന്റെ ആ ഒരു യഥാർത്ഥത്തിലുള്ള ഒരു മാനസാന്തരവും വിശ്വാസത്തോടുകൂടി ജീവിതത്തിന്റെ കർത്തൃത്വ യേശുവിനെ ഏൽപ്പിച്ചു കൊടുത്ത് രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് വീണ്ടും ജനിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അവർ വന്നില്ലെങ്കിൽ അവരുടെ ഭയാനകമായൊരു അവസ്ഥ ദൈവത്തിന്റെ വചനത്തിൽ അസന്നിഗ്ധം സംശയലേശമന്യേ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പം ആ കാര്യങ്ങളൊക്കെ നമ്മളിപ്പോ വായിച്ചല്ലോ. അപ്പം കർത്താവ് ഇന്ന് പരദേശിൽ ഇരിക്കും എന്ന് പറയുമ്പോൾ കർത്താവിന്റെ ശരീരം അവിടെ അരമത്തെ ജോസഫിന്റെ കല്ലറയില് ഭൂമിയുടെ ഉപരിതലത്തിൽ തന്നെ ഉണ്ടായിരുന്നു. ഉപരിതലത്തിൽ എന്ന് പറഞ്ഞാൽ ആ കല്ലറയ്ക്കുള്ളിൽ ഉണ്ടായിരുന്നു, ശരീരം അവിടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ കർത്താവ് പുനരുദ്ധാനം ചെയ്യുമ്പോഴാണ് ആ പുനരുദ്ധാന ശരീരമായി മാറുന്നത്. എന്നാൽ ഇന്ന് തന്നെ ഭൂമിയുടെ ഉള്ളിലായിരിക്കും എന്ന് പറയുമ്പോൾ കർത്താവിന്റെ ആത്മാവും ദേഹിയും, സ്പിരിറ്റ് ആൻഡ് സോള് ആ ഒരു ഹേഡീസിന്റെ അല്ലെങ്കിൽ ഷ്യോലിന്റെ അല്ലെങ്കിൽ പാതാളത്തിന്റെ പർദീസയുടെ സെക്ഷനിലോട്ട് ആയിരുന്നു പോയത്. പർദീസയിൽ ഇന്ന് നീ എന്റെ കൂടെ ഇരിക്കുന്ന കള്ളനോട് പറഞ്ഞ ആ ഒരു വാക്യവും എല്ലാം ചേർന്ന് വായിക്കുമ്പോൾ, അങ്ങനെ വചനത്തോട് നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്കൊരു മരണാനന്തരം എന്തായിരിക്കും എന്നൊക്കെ ഉള്ളതിനെ കുറിച്ച് ഒത്തിരി സങ്കല്പങ്ങളും ഐതിഹ്യങ്ങളും ഒക്കെയാണ് ഇന്ന് ലോകത്തിലുള്ള ഒത്തിരി പേർക്ക് ഒത്തിരി സങ്കല്പങ്ങളും ഐതിഹ്യങ്ങളും ഒക്കെയാണ്. മരണാനന്തരം പിന്നെ പുനർജന്മമാണ്, അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ വെറുതെ ഈ അന്ധനെ 6 അന്ധന്മാർ ആനയെ കണ്ടെന്ന് പറഞ്ഞതുപോലെ കാര്യങ്ങളൊന്നും അറിയാത്ത ആൾക്കാർ ഒത്തിരി വിവരിച്ച് തന്നെ എഴുതിയേക്കും മരണാനന്തരം എന്തൊക്കെയായിരിക്കും എന്നുള്ള കാര്യങ്ങൾ ഓരോരുത്തരുടെ കാൽപ്പനിക സൃഷ്ടി മാതിരി പല കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എന്നാൽ എല്ലാത്തെയും ഒഴിവാക്കിയ ആ കർത്താവ് തന്നെ ഭൂമിയിൽ മനുഷ്യനായിട്ട് വന്ന് ഈ കാര്യങ്ങളെ നമുക്ക് വ്യക്തമായിട്ട് വചനത്തില് തെളിവായിട്ടും മറവായിട്ടും ഒക്കെ
പലയിടങ്ങളിൽ അതിന്റെ സൂചനകളാണ് നമുക്ക് ദൈവം തന്നിരിക്കുന്നത്. അപ്പൊ ആ ദൈവാത്മാവിനാൽ എഴുതപ്പെട്ട ഏക പുസ്തകമായിട്ടുള്ള ബൈബിളിലുള്ള കാര്യങ്ങളാണ് യഥാർത്ഥത്തിലുള്ള യാഥാർത്ഥ്യത്തിലുള്ളത്. മറ്റതെല്ലാം അന്ധന്മാരെ ആനയെ കണ്ടതുപോലെ അവര് ആന തൂണ് പോലെയാ, ചൂല് പോലെയാ, എന്തൊക്കെയോ എന്നൊക്കെ പറയുന്നത് പോലെ, മുറം പോലെ എന്നൊക്കെ, പാറ പോലെ എന്നൊക്കെ പറയുന്നത് പോലെ ഇരിക്കും ബാക്കിയുള്ളവരുടെ മരണാനന്തര ഭാവന സൃഷ്ടികളും കാര്യങ്ങളും ഒക്കെ, അതിനെക്കുറിച്ചുള്ള ജീവിതത്തെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം. മരണാനന്തരം വിശ്വാസിയാണെങ്കിൽ അവന് ഇന്ന് ദൈവസന്നിധിയിലേക്ക് ആയിരിക്കും അവന്റെ ആത്മാവും ദേഹിയും അവിടെ ഒരു വിശ്രമത്തിലായിരിക്കും. അവന് രക്ഷിക്കപ്പെട്ടവനല്ല എന്നുണ്ടെങ്കിൽ അവന് പിന്നെ വേറെ ചോയ്സ് ഒന്നുമില്ല. അവിടെ ഭൂമികയുടെ അന്തർഭാഗത്തുള്ള ഇന്ന് ആ പാതാളത്തിന്റെ ഒരു സെക്ഷനേ അവിടെ താഴെ ഉള്ളൂ. നരകം മാത്രമേ ഉള്ളൂ. സ്വർഗമെന്നും മൂന്നാം സ്വർഗം പറുദീസയിലാണ്. ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വചനത്തിലൂടെ വളരെ വ്യക്തമായിട്ട് നമ്മൾ കാര്യങ്ങൾ കണ്ടത്. അപ്പൊ ആ കാര്യങ്ങളെ കുറിച്ച് നമുക്കൊരു ബോധ്യം ഉണ്ടെങ്കിൽ അത് പലരും ഒക്കെ കാര്യങ്ങളെ ചോദിക്കുമ്പോഴൊക്കെ നമുക്ക് ഈ വചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നതുകൊണ്ട് ഇങ്ങനെയാണ് ഈ വചനം, അതിന്റെ റെഫറൻസും കാര്യങ്ങളും ഒക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. നമുക്ക് തന്നെ അത് കാര്യങ്ങളെ കുറിച്ചൊരു ഉറപ്പും കാര്യങ്ങളൊക്കെ ധൈര്യമൊക്കെ ലഭിക്കാനും പിന്നീട് നമുക്ക് സംശയമുള്ളവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും ഒക്കെ ആ കാര്യങ്ങളൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുമല്ലോ. ഇനിയിപ്പോ അതിന്റെ 15-ാമത്തെ വാക്യം, ഈ 20-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യം കൂടെ 15-ാമത്തെ വാക്യവും അതിന്റെ എക്സ്പ്ലനേഷനും കൂടെ ഇപ്പം പേർപ്പം വായിക്കുമല്ലോ. അജിപ്പേർ പോർഷൻ ഡിസ്പ്ലേ ചെയ്യുമല്ലോ. വാക്യം 15. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. മത്തായി 5:29-30 വാക്യങ്ങളിൽ യേശു പരാമർശിച്ച നരകമാണിത്. എന്നാൽ വലംകണ്ണ് നിനക്ക് ഇടർച്ച വരുത്തുന്നു എങ്കിൽ അതിനെ ചൂഴ്ന്നെടുത്ത് എറിഞ്ഞു കളക. നിന്റെ ശരീരം മുഴുവൻ നരകത്തിൽ വീഴുന്നതിനേക്കാൾ നിന്റെ അവയവങ്ങളിൽ ഒന്ന് നശിക്കുന്നത് നിനക്ക് പ്രയോജനമാകും അത്രേ. വലം കൈ നിനക്ക് ഇടർച്ച വരുത്തുന്നു എങ്കിൽ അതിനെ വെട്ടി എറിഞ്ഞു കളക. നിന്റെ ശരീരം മുഴുവൻ നരകത്തിൽ പോകുന്നതിനേക്കാൾ അവയവങ്ങളിൽ ഒന്ന് നശിക്കുന്നത് നിനക്ക് പ്രയോജനം അത്രേ എന്നാണ്. ഇതേ ആത്മാവിൽ നിന്നെ പാപം ചെയ്യിച്ച് തീപ്പൊയ്കയിൽ എത്തിക്കുന്ന അവയവം, അത് നാവായാലും മറ്റ് ഏത് അവയവമായാലും ഛേദിച്ച് കളയുന്നതാണ് നല്ലത് എന്നും തുടർന്ന് പറയാം. നരകത്തെയും തീപ്പൊയ്കയെയും പറ്റി മറ്റ് ഏത് പ്രാസംഗികനേക്കാളും ഏറെ സംസാരിച്ചിട്ടുള്ള ആളാണ് യേശു. എന്തുകൊണ്ടാണത്? നരകവും തീപ്പൊയ്കയും ഭീകരമായ യാഥാർത്ഥ്യങ്ങളാണെന്ന് മറ്റാരേക്കാളും ഏറെ യേശുവിനറിയാമായിരുന്നു എന്നതാണ് കാരണം. പാപത്തിൽ നിന്ന് പിന്തിരിയാത്തവർക്ക് ഇവിടെ ഉണ്ടാകാവുന്ന നിത്യനാശത്തെക്കുറിച്ചും അവിടുത്തേക്ക് ബോധ്യമുണ്ടായിരുന്നു. ഒടുവിൽ അന്തിമ ന്യായവിധിയോടെ മനുഷ്യന്റെ 7000 വർഷത്തെ ചരിത്രത്തിന് തിരശീല വീഴും. ആദാം മുതൽ അബ്രഹാം വരെ 2000 വർഷം, അബ്രഹാം മുതൽ ക്രിസ്തു വരെ വീണ്ടും 2000 വർഷം. ക്രിസ്തുവിന്റെ 1ഉം 2ഉം വരവുകൾക്കിടയിൽ ഉള്ള കാലം 2000 വർഷം. തുടർന്ന് 1000 ആണ്ട് വാഴ്ച, മൊത്തം 7000 വർഷം. മനുഷ്യന്റെ 6000 വർഷത്തെ, അതായത് 6 ദിവസം അധ്വാനത്തിനും 1000 വർഷത്തെ ഒരു ദിവസം ശബത്തിനും ശേഷം എന്താണ് സംഭവിക്കുക? പുതിയ ഒന്നിന്റെ ആവിർഭാവമാണ് തുടർന്ന് നടക്കുന്നത്. വെളിപാട് പുസ്തകത്തിന്റെ അടുത്ത 2 അധ്യായങ്ങളിൽ നാം അതേക്കുറിച്ചാണ് വായിക്കുന്നത്. വെളിപാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം നമ്മളിപ്പം വായിച്ചു കേട്ടെ. ഈ തീപ്പൊയ്ക 2ാമത്തെ മരണം. സോ ദിസ് ഇസ് ദ സെക്കൻഡ് ഡെത്ത്. അത് ഇംഗ്ലീഷിലും 14-ാമത്തെ വാക്യത്തിന്റെ കൂടെ തന്നെ ഉണ്ട്. ദിസ് ഇസ് ദ സെക്കൻഡ് ഡെത്ത്, ലേക്ക് ഓഫ് ഫയർ. അപ്പോ ഒരാൾ മരിക്കുമ്പോൾ ഒരു മരണമുണ്ട്, പിന്നെ നിത്യമായിട്ടുള്ള ഒരു മരണം, അതാ സെക്കൻഡ് ഡെത്ത്. ദിസ് ഇസ് എ സെക്കൻഡ് ഡെത്ത്, ലേക്ക് ഓഫ് ഫയർ. ജയിക്കുന്നവന് ഈ 2ാം മരണത്തില് ജയിക്കുന്നവന് അവന് അതിൽ ഹി വിൽ നോട്ട് ബി ഹേർട്ട് ബൈ ദ സെക്കൻഡ് ഡെത്ത്. നമ്മൾ ഇത് വെളിപാട് പുസ്തകം 2-ാം അധ്യായത്തിന് 11-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. വെളിപാട് പുസ്തകം 2-ാം അധ്യായത്തിന് 11-ാമത്തെ വാക്യത്തില് എന്താ വായിക്കുന്നേ? സ്മിർന സഭയോട് പറയുക,
അവിടെ മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, 10ാമത്തെ വാക്യം സ്നാനജലത്തിൽ പറയുന്ന ഒരു വാക്യം, മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവികളും കേൾക്കട്ടെ. ജയിക്കുന്നതിന് 2ാം മരണത്താൽ ദോഷം വരികയില്ല. ജയിക്കാതെ, അതായത് പാപത്തെ അതിജീവിക്കാതെ, മാനസാന്തരം ഇല്ലാതെ പാപത്തിൽ തന്നെ തുടർന്നുകൊണ്ടേ ഇരുന്നിട്ട് രക്ഷിക്കപ്പെട്ടു എന്നുള്ള ഒരു മിഥ്യാബോധത്തില് അങ്ങനെ നിത്യനരകത്തിലേക്ക് പോകുന്നവരും ഇതിൽ നിന്ന് വീണു പോകുന്നവരും ഒക്കെ അവർക്ക് അങ്ങനെ ഒരു വാഗ്ദത്വം ഇല്ല. എന്നാൽ ജയിക്കുന്നതിന് 2ാം മരണത്താൽ ദോഷം വരികയില്ല. ആ 2ാം മരണത്തെയാണ് നമ്മളിപ്പം സെക്കൻഡ് ഡെത്ത്. അത് ഈ 2ാം മരണം എന്ന് പറയുന്നത് ഈ തീപ്പൊയ്കയിൽ ഇടപെടുന്നതാണ് 2ാം മരണം. ആദ്യം ഒരാൾ മരിക്കുന്നു, അക്ഷരികമായിട്ട് ശരീരത്തിൽ മരിക്കുന്നു. എന്നാൽ ഇത് 2ാമതൊരു മരണം. ഒരിക്കൽ നമ്മൾ ജനിക്കുന്നു ഉള്ളെന്നുണ്ടെങ്കിൽ 2 പ്രാവശ്യം മരിക്കും. 2 പ്രാവശ്യം ജനിക്കുവാണെങ്കിൽ ഒരിക്കൽ മരിച്ചാൽ മതി. അല്ലെങ്കിൽ കർത്താവ് നമ്മളുടെ കാലത്ത് തന്നെ വരുവാണെങ്കിൽ നമ്മള് മരിക്കേണ്ടേ വരത്തില്ല എന്നുള്ളൊരു കാര്യം നമ്മൾ പലപ്പോഴും പറയാറുണ്ടല്ലോ. അത് കാര്യങ്ങളെ എല്ലാവർക്കും മനസ്സിലാക്കിയാണ് നമ്മൾ ഇതിനുമ്പും പറഞ്ഞിട്ടുണ്ട്. നമ്മളെ ഒരിക്കലേ ജനിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ വീണ്ടും ജനിച്ചിട്ടില്ല. അമ്മയുടെ ഉദരത്തിൽ നിന്നുള്ളതല്ല, ഒരു ആക്ഷരിക ജനനം മാത്രമേ നമുക്ക് ഉണ്ടായിട്ടുള്ളൂ. വീണ്ടും ആത്മാവിനാൽ ഒരു ജനനം നമുക്ക് സംഭവിച്ചിട്ടില്ലെങ്കിൽ എന്താ പറ്റുന്നത്? 2 പ്രാവശ്യം, ഒരിക്കലേ ജനിച്ചിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ 2 പ്രാവശ്യം മരിക്കേണ്ടി വരും. എന്ന് പറഞ്ഞാല് നമ്മൾ ആക്ഷരികമായിട്ട് മരിക്കുന്നു, പിന്നെ നിത്യമായിട്ടുള്ള ഈ 2ാമത്തെ മരണം. എന്നാൽ നമ്മൾ 2 പ്രാവശ്യം ജനിച്ചിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ അമ്മയുടെ ഉദരത്തിൽ നിന്ന് ജനിച്ചു, പിന്നെ ആത്മാവിലും കൂടെ പരിശുദ്ധാത്മാവിനാലും മാനസാന്തരത്തിലൂടെ വിശ്വാസത്തിലൂടെ ജനിച്ചു എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ആക്ഷരികമായിട്ടുള്ള മരണം ഒരുപക്ഷെ വന്നേക്കാം. കർത്താവിന്റെ 2ാമത്തെ വരവ് അപ്പം തന്നെ ഉണ്ടാവുകയാണെങ്കിൽ ആ മരണവും ഇല്ല. എന്നാൽ പിന്നെ നമുക്ക് ഈ 2ാമത്തെ മരണത്തിന്റെ കാര്യം ചിന്തിക്കേണ്ടതിന് ആവശ്യമില്ല. അത് നമ്മള് ഈ ഒരു മരണം, ജനനവും മരണവും തമ്മിലുള്ള ആ ഒരു കാര്യങ്ങൾ നമ്മൾ കാണുന്നത്. ഈ തീപ്പൊയ്ക 2ാമത്തെ മരണം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത, ജീവന്റെ പുസ്തകത്തില് കർത്താവ് നമ്മളെ നിത്യത മുതലേ ലോകസാമ്യത മുന്നമേ കർത്താവ് നമ്മളെ തെരഞ്ഞെടുത്ത് നമ്മളുടെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. രക്ഷിക്കപ്പെട്ടപ്പോഴാണ് നമുക്ക് ആ കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ ബോധ്യങ്ങള് വചനത്തിലൂടെ നമുക്ക് ആ കാര്യങ്ങളെ കുറിച്ചൊരു വെളിപ്പാട് കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. ഇപ്പൊ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും ജീവപുസ്തകത്തിൽ നിന്ന് ചിലരുടെ പേര് മായ്ച്ചു കളയുന്ന കാര്യവും നമ്മൾ കാണുന്നുണ്ട്. അതിന്റെ ടിപ്പിക്കൽ ഉദാഹരണമാണ് യൂദാസ് ഇസ്കാരിയോത്ത്. യൂദാസ് ഇസ്കാരിയോത്തിനെ കുറിച്ച് പറയുന്ന ആ ഒരു സങ്കീർത്തനം അത് ഉദ്ധരിക്കുന്നത് അപ്പോസ്തലരുടെ 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോസ്തലരുടെ 1-ാം അധ്യായത്തിന് 20-ാമത്തെ വാക്യത്തില് യൂദാസിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞ് 69-ാം സങ്കീർത്തനം അവിടെ പത്രോസ് കോട്ട് ചെയ്യുവാണ്. അപ്പൊ അതേ 69-ാം സങ്കീർത്തനത്തില് അവന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയട്ടെ എന്നുള്ളൊരു വാക്യവും കൂടെ നമ്മൾ കാണുന്നുണ്ട്. അപ്പം അതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് യൂദാസ് ദ്രോഹിയായി തീർന്ന യൂദാസ് എന്നാണ് നമ്മൾ ലൂക്കോസ് 6:12 നമ്മൾ വായിക്കുന്നത്. അവന് ദ്രോഹിയായിട്ടിരുന്നപ്പോൾ തന്നെ കർത്താവ് തെരഞ്ഞെടുത്തതല്ല, അവന് ആ ഒരു ദൈവോന്മുഖമായ ആ ഒരു താല്പര്യത്തോടെ വളരെ ഹോൾഹാർഡായിട്ട് പൂർണ്ണഹൃദയത്തോടെ ഇരുന്നപ്പോഴാണ് ദൈവം അവനെ തെരഞ്ഞെടുത്തത്. എന്നാൽ പിന്നീട് അവൻ പണത്തെയൊക്കെ സ്നേഹിച്ച്, മനുഷ്യമാനത്തെയൊക്കെ സ്നേഹിച്ച്, അങ്ങനെ ലോകത്തെ സ്നേഹിച്ച് അവനങ്ങ് വീണുപോയി. ജീവന്റെ പുസ്തകത്തിൽ നിന്ന് അവന്റെ പേര് മായ്ച്ചു കളയേണ്ടി വന്നു എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ വായിക്കുന്നത്. ഈ 69-ാം സങ്കീർത്തനത്തിലെ യൂദാസിനെ കുറിച്ച് പറയുന്ന ആ 25-ാമത്തെ വാക്യമാണ് അപ്പോസ്തലരുടെ 1:20 പത്രോസ് കോട്ട് ചെയ്യുന്നത്. ആ 20-ാമത്തെ വാക്യത്തില് അപ്പോസ്തലരുടെ 25-ാമത്തെ വാക്യം, അതായത് അപ്പോസ്തലരുടെ 69:25 വാക്യത്തില് അവരുടെ വാസസ്ഥലം ശൂന്യമായി പോകട്ടെ, അവരുടെ കൂടാരങ്ങൾ ആരും പാർക്കാതിരിക്കട്ടെ. അത് അക്കൽദാമയുടെ കാര്യമൊക്കെ നമ്മളവിടെ അപ്പോസ്തലരുടെ 1-ാം അധ്യായത്തിന്റെ 19-20 വാക്യങ്ങളിൽ വായിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിന്റെ തൊട്ട് താഴെയാണ് 28-ാമത്തെ വാക്യത്തിൽ ജീവന്റെ പുസ്തകത്തിൽ നിന്ന് അവരെ മായ്ച്ചു കളയണമേ, നീതിമാന്മാരോടുകൂടി അവരെ എഴുതരുതേ എന്നുള്ളൊരു കാര്യം. അപ്പം അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് യൂദാസ് ഇസ്കാരിയോത്തിന്റെ പേര് അവിടെ ഉണ്ടായിരുന്നു ആദ്യം, എന്നാൽ പിന്നീട് അത് മായ്ച്ചു കളയപ്പെട്ടു. അപ്പം ഒരിക്കൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ പിന്നെ മായ്ച്ചു കളയത്തില്ല എന്നുണ്ടായിരുന്നെങ്കിൽ പിന്നെ അങ്ങനെയാണ് കാൽവിനിസ്റ്റുകളൊക്കെ പഠിപ്പിക്കുന്നത്. എന്നാൽ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ സാർദിസ് സഭയോട് ദൈവം ഒരു എംപ്റ്റി പ്രോമിസ് ആണ് ചെയ്തിരിക്കുന്നതെന്ന് പറയേണ്ടി വരും. എന്ന് വെച്ചാൽ സാർദിസ് സഭയോട് വെളിപാട് 3-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? വെളിപാട് 3:5 അവർ യോഗ്യന്മാരാകിയാൽ വെള്ളം ധരിച്ചും കൊണ്ട് എന്നോടുകൂടെ നടക്കും, ജയിക്കുന്നവൻ വെള്ളമെടുപ്പ് ധരിക്കും, അവന്റെ പേര് ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ എന്റെ പിതാവിന്റെ സന്നിധിയിലും അവന്റെ ദൂതന്മാരുടെ മുമ്പിലും അവന്റെ പേര് ഏറ്റുപറയും. അപ്പം ഒരുവന്റെ പേര് ജീവപുസ്തകത്തിൽ എഴുതപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അത് മായ്ച്ചു കളയാനുള്ള ഒരു പ്രൊവിഷനേ ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു
കാര്യമേ ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിന്റെ പേര് ഞാൻ മായ്ച്ചു കളയത്തില്ല എന്ന് പറയുന്ന വലിയൊരു പ്രോമിസ് ആയിട്ട് ഇവിടെ സർദീസ് സഭയുടെ വെളിപാട് 3:5 കർത്താവ് പറയുമ്പോൾ എന്താ അതിനൊരു അർത്ഥമില്ലാത്തതായിപ്പോ വെച്ചാല് ഒരിക്കലും നടക്കാത്തൊരു സംഭവം നടക്കത്തില്ല എന്ന്, അങ്ങനെ ഞാൻ നിന്നെ കുറിച്ച് ചെയ്യത്തില്ല എന്ന് പറയുമ്പോൾ അതൊരു എം ടി പ്രോമിസ് ആയിട്ട് പൊള്ളയായ വാഗ്ദാനമായിട്ട് പറയേണ്ടി വരും. അല്ലെങ്കിൽ തന്നെ ആർക്കും വായിച്ചു കളയാനൊക്കത്തില്ല. ഇനിയിപ്പം കർത്താവ് ഇവരുടെ പേര് വായിച്ചു കളയത്തില്ല എന്ന് പറയുന്നതിൽ വലിയ അർത്ഥമില്ല എന്ന് നമ്മൾ പറയേണ്ടി വരും. എന്നാൽ കർത്താവ് അങ്ങനെ അതൊരു ജയിക്കുന്നതിനുള്ളൊരു റിവാർഡായിട്ടാണ്, ജയിക്കുന്നതിന്റെ ഒരു പ്രതിഫലമായിട്ടാണ് ജീവന പുസ്തകത്തിന് പേര് മായ്ച്ചു കളയപ്പെടില്ല എന്ന് പറയുന്നത്. അപ്പൊ അതിനർത്ഥം പേര് മായ്ച്ചു കളയപ്പെടാനുള്ള സാധ്യതയുണ്ടെന്ന് നമ്മളിപ്പോൾ 69-ാം സങ്കീർത്തനത്തിന്റെ 25-28 വാക്യങ്ങള് അപ്പോസ്തലപ്രവൃത്തികൾ 1-ന്റെ 19-20 വാക്യങ്ങളുമായിട്ട് ചേർത്ത് വായിച്ചപ്പോൾ അങ്ങനെ ഒരു പേര് മായ്ച്ചു കളയപ്പെടാനൊരു സാധ്യതയുണ്ട് എന്നുള്ളൊരു കാര്യം നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നത് രക്ഷിക്കപ്പെടും. ശരിയാണ്, ആത്മാവിൽ രക്ഷിക്കപ്പെട്ടു. എന്നാൽ അതിൽ തന്നെ ആ വിശ്വാസത്തിലും സ്നേഹത്തിലും ഒക്കെ നമ്മൾ അവസാനത്തോളം പിടിച്ചു നിന്നാലേ നമ്മളെ രക്ഷ പൂർണ്ണമാകത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മളെ രക്ഷയിൽ നിന്ന് വീണു പോകാം. പലർക്കും അന്തിമകാലത്ത് വിശ്വാസത്യാഗം സംഭവിക്കുമെന്നാണ് 2 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. അപ്പോസ്റ്റസി അല്ലെങ്കിൽ വിശ്വാസത്യാഗം എന്ന് വെച്ചാൽ ഫോളിങ് അവേ ഫ്രം ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ അവർ വിശ്വാസത്തിലായിരുന്നു, അവർ വിശ്വാസത്തിന് വീണു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നൊരു കാര്യം. അത് എസ്പെഷ്യലി ഇന്ന് ഒത്തിരി പ്രോസ്പെരിറ്റി ഗോസ്പലും ബാക്കി ഒത്തിരി വ്യാജ സുവിശേഷങ്ങളും വ്യാജ പഠിപ്പീലുകളും കാര്യങ്ങളും ഒക്കെയുള്ള അതെല്ലാം അതിപ്രസരമായിരിക്കുന്ന ക്രിസ്തീയ ലോകത്ത് യഥാർത്ഥത്തിലുള്ള ഒരു കർത്താവായിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു വിശ്വാസത്തിലൊക്കെ തുടങ്ങിയ ആൾക്കാർ തന്നെ പിന്നീട് മറ്റൊരു യേശുവിന്റെയും മറ്റൊരു സുവിശേഷത്തിന്റെയും മറ്റൊരു ആത്മാവിന്റെയൊക്കെ പിന്നാലെ ഓടിക്കൂടി അവര് യഥാർത്ഥത്തിലുള്ള വിശ്വാസത്തിൽ നിന്നൊക്കെ വീണുപോയി വേറൊരു വ്യാജമായിട്ടുള്ള അവരുടെ ഒരു തഥാഗത വിശ്വാസത്തിൽ അഭിരമിക്കുന്നവരായിട്ടാണ് നമ്മൾ ഇന്ന് ക്രിസ്ത്യ ലോകത്തിന്റെ കാണുന്നത്. അപ്പം അങ്ങനെ നമ്മൾ വേറെ ആരും വിധിച്ച് കല്ലെറിയാനല്ല, മറിച്ച് നമ്മൾ അതിൽ നിന്ന് ഒരു പാഠം ഉൾക്കൊണ്ട് യഥാർത്ഥത്തിൽ ഈ സത്യവേദ പുസ്തകം, യഥാർത്ഥത്തിൽ ഈ വേദപുസ്തകം പറയുന്ന, യഥാർത്ഥത്തിൽ ബൈബിള് പറയുന്ന അതേ യേശുവിനെയും അതേ ആത്മാവിനെയും അതേ സുവിശേഷത്തെയും തന്നെ പിൻപറ്റി കർത്താവിനോടുള്ള ആ ഒരു നുറുക്കത്തിലും മാനസാന്തരത്തിലും വിശ്വാസത്തിലും ഒക്കെ അനുദിനം നമ്മൾ വളരുന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മളെ പെട്ടെന്ന് താഴോട്ട് പോകുന്ന ഒരു അവസ്ഥയിലോട്ടായിരിക്കും. കഴിഞ്ഞ ആഴ്ച നാരായണൻ ഇതൊരു സഹോദരനെ കോട്ട് ചെയ്ത് പറഞ്ഞതുപോലെ ഈ ക്രിസ്തീയ ജീവിതത്തിന്റെ വളർച്ച ഈ മലയുടെ മേലെ സൈക്കിളിൽ ചവിട്ടതി കയറുന്നവണൊക്കെ നമ്മൾ ചുമ്മാ ഇരുന്നാൽ മതി, താഴോട്ട് ഇങ്ങനെ ഊർന്നിഞ്ഞ് വരും. എന്നാൽ ചവിട്ടിക്കൊണ്ടേ ഇരുന്നാല് മുകളിലോട്ട് കയറാനൊക്കെ ഉള്ളു. ചവിട്ടിക്കൊണ്ടേ ഇരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വയധ്വാനം അല്ല, മറിച്ച് നമ്മുടെ സമർപ്പണം, നമ്മുടെ പരിശുദ്ധാത്മാന പ്രേരണയ്ക്ക് അനുസരിച്ച് നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ടേയിരുന്ന നമുക്ക് കർത്താവിൽ വളരാനൊക്കെ. നമ്മൾ വെറുതെ ചുമ്മാ ഇരുന്ന ഞാനൊന്നും ചെയ്തില്ലല്ലോ, ചെയ്യാതിരിക്കുന്നതാ കുഴപ്പം, ചെയ്യേണ്ട സമയത്ത് ചെയ്യാതെ ചുമ്മാ ഇരിക്കുന്നതാ കുഴപ്പം. സിൻസ് ഓഫ് ഒമിഷൻ, അതായത് എന്താണ് പറഞ്ഞ നമ്മുടെ ഇദ്ദേഹം ഉണ്ടല്ലോ, നല്ല ശമരിയക്കാരന്റെ ഉപമയില് നല്ല ശമരിയക്കാരന്റെ ഉപമയില് ഒരാളെ കള്ളനൊക്കെ വന്ന് എല്ലാം കവർന്നെല്ലാം എടുത്തോണ്ട് പോയി. അപ്പൊ ലേവ്യനും പുരോഹിതനും എന്ത് പാപോ ചെയ്തേ? അവര് ചെന്ന് ഈ വീണ് കിടക്കുന്നതിനെ ചെന്ന് ഇടിക്കോ തൊഴിക്കോ അവന്റെ എന്തെങ്കിലും കൂടെ മോഷ്ടിച്ചുകൊണ്ട് പോകുകയൊന്നും ചെയ്തില്ല. അവര് ഒന്നും ചെയ്തില്ല എന്നുള്ളത്. അവരങ്ങ് വഴിമാറി, തൊടുപോലും ചെയ്ത് വഴിമാറി പോയി. ചെയ്യേണ്ട സമയത്തൊന്നും ചെയ്യാതിരുന്നത് അവരുടെ സിൻസ് ഓഫ് ഒമിഷൻ എന്ന് പറയുന്നത്. നമ്മളെ പരിശുദ്ധാത്മാവ് നമ്മളെ കുറിച്ച് പല കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു നമ്മൾ, പക്ഷേ നമ്മളിങ്ങനെ സാമട്ടില് എല്ലാം ഇങ്ങനെ കംപ്ലേസന്റ് ആയിട്ട് വളരെ സുഖിമാന്മാരായിട്ട് അങ്ങനെ നമ്മൾ അങ്ങ് ആയിരിക്കുമ്പോൾ കർത്താവേ, ഞാൻ ചിലരെ കുറിച്ച് ഓർത്ത് പ്രാർത്ഥിക്കാനും ചിലരെ കുറിച്ച് ഓർത്ത് ചിലരെ ഉത്സാഹിപ്പിക്കാനും ചിലരെ തിരുത്താനും നമ്മളുടെ തന്നെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആ ഓരോ കാര്യങ്ങൾ ഓരോ ദിവസവും അവസാനം ഐ ഹാവ് അക്കംപ്ലിഷ്ഡ് ദ വർക്ക് ദാറ്റ് യു ഹാവ് ഗിവൺ മീ, നീ തന്നിരിക്കുന്ന വേല ഞാൻ തികച്ചു ഇതിനെ മഹത്വപ്പെടുത്തി എന്ന് യോഹന്നാൻ 17:4 കർത്താവ് പറഞ്ഞതുപോലെ പറയുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ബുധനാഴ്ച കോട്ടേജ് മീറ്റിംഗിൽ ചിന്തിച്ചതുപോലെ. അപ്പൊ അങ്ങനെ പറയണമെന്ന് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ഇപ്പൊ ഓരോ ദിവസവും കർത്താവിന്റെ പ്രേരണയ്ക്കനുസരിച്ച് കർത്താവ് നമുക്ക് വേണ്ടി മുന്നേ നിയമിച്ചിരിക്കുന്ന സൽപ്രവൃത്തികൾ നടക്കണമെന്നൊക്കെയാണ് എഫേസ്യർ 2:10 നമ്മൾ വായിക്കുന്നത്. അപ്പം അങ്ങനെ നമ്മള് അങ്ങനെ വളരുന്നില്ലെങ്കിൽ നമ്മള് പെട്ടെന്ന് അങ്ങ് ബാക്ക് സ്ലൈഡ് ആയിപ്പോയി, പിന്മാറ്റത്തിലേക്ക് പോയി, നമ്മൾ തന്നെ വിശ്വാസത്തിൽ തണുത്തു പോയി. പിന്നെ കുറെ കഴിയുമ്പോൾ മീറ്റിംഗ് മിസ്സാവുന്നു, അല്ലെങ്കിൽ പിന്നെ ഇതിലൊന്നും വലിയ താല്പര്യമില്ല. കുറെ കഴിയുമ്പോൾ ഇതൊക്കെ സത്യമാണോ എന്നൊരു തോന്നല് വരും. കുറച്ച് കഴിയുമ്പോൾ അത് ശരി ഇതും ശരി എന്നൊക്കെ പറയും. അങ്ങനെ എത്രയോ പേര് വലിയ തീക്ഷ്ണതയോടൊക്കെ നിന്നിരുന്ന പലരും വിശ്വാസത്തിൽ തണുത്തു പോയി.
പിന്നെ ജീവന്റെ പുസ്തകത്തിലോട്ടൊക്കെ പേര് മായ്ച്ചു കളയപ്പെട്ടു എന്ന് തോന്നത്തക്ക രീതിയിലുള്ള പല പെരുമാറ്റങ്ങളും പ്രവൃത്തികളും ഒക്കെ നമ്മൾ കാണുമ്പോൾ നമുക്ക് തന്നെ അത്ഭുതം തോന്നുന്ന തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പം എത്ര ഭയഭക്തിയോടെ നമ്മള് മുമ്പാകെ നുറുക്കത്തോടെ ആ ഒരു ദൈവഭയത്തോടെ നമ്മളായിരിക്കണം അവസാനത്തോളം പിടിച്ചു നിൽക്കുവാൻ തക്കണം, അവസാനത്തോളം കർത്താവിൽ വളരുവാൻ തക്കണം. എങ്ങനെങ്കിലും കഷ്ടിച്ച് പിടിച്ചു നിൽക്കാനല്ല, മറിച്ച് കർത്താവിന്റെ ആ ഒരു സ്നേഹത്തിലും വിശ്വാസത്തിലൊക്കെ വളരുവാൻ തക്കണം. നമ്മൾ എത്ര അധികം ആ ഒരു നുറുമേനി ഫലം കായ്ച്ച് കർത്താവിന്റെ കാന്തയായിട്ട് കാണപ്പെടാൻ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നതാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. പിന്നെ നമ്മളിപ്പം അന്ത്യഭോജന പുസ്തകത്തിലും മത്തായി 5:29-30 വാക്യങ്ങളിൽ കർത്താവ് പറയുന്ന ആ ഒരു പാപങ്ങള്, കണ്ണുകൊണ്ടുള്ള പാപം, കണ്ണുകൊണ്ട് മോഹിക്കുന്ന പാപവും കൈകൾ കൊണ്ടുള്ള പാപത്തിന്റെ കാര്യവും അവിടെ പറയുന്നുണ്ട്. അപ്പൊ അത് ഇടർച്ച വരുത്തുന്നെങ്കിൽ നിത്യ നരകത്തിലേക്ക്, നരകാഗ്നിയിലേക്ക് പോകും, അഗ്നിനരകത്തിലേക്ക് പോകും എന്ന് പറയുമ്പോഴും കർത്താവ് ഈ അഗ്നിനരകം ലേക്ക് ഓഫ് ഫെയറിനെയാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അത് കണ്ണായാലും നാവായാലും കൈയായാലും ഏറിയത് അവയവമായാലും കർത്താവ് എനിക്ക് ഒരു പാപത്തിലേക്ക് പോകാൻ അങ്ങനെ വിഷമിപ്പിക്കുന്ന രീതിയിലേക്ക് കർത്താവിന്റെ ചിന്തകളോ വാക്കുകളോ പ്രവൃത്തിയോ ഒന്നും പോവാതിരിക്കാൻ തക്കവണ്ണം എന്നെ സൂക്ഷിക്കണമേ എന്നുള്ളൊരു നമ്മളൊരു പാപത്തിൽ വീണ കർത്താവ് നമ്മുടെ അഗ്നിനരകത്തിലേക്ക് അങ്ങ് തള്ളിയിടും നല്ല എൻ്റെ അർത്ഥം. എന്നാൽ നമ്മൾ മനസാന്തരം ഇല്ലാതെ അതിൽ തന്നെ തുടർന്നുകൊണ്ടേയിരുന്ന് നമ്മളെ ഹൃദയം കഠിനപ്പെട്ട് ഒരു അവസ്ഥ വന്നു കഴിഞ്ഞ് ഒരു റെഡ് ലൈൻ അങ്ങ് ക്രോസ് ചെയ്ത് നമുക്ക് പിന്നെ മനസാന്തരപ്പെടാൻ പോലും പറ്റാതെ വണ്ണം നമ്മുടെ ഹൃദയം കഠിനമായി പോകുന്നൊരവസ്ഥ. യേശാവ് ഈസോ, അതായത് യാക്കോബിന്റെ സഹോദരനായ യേശാവ് അവന് മാനസാന്തരത്തിനായിട്ട് കണ്ണുനീരായിട്ട് പ്രാർത്ഥിച്ചിട്ട് അവന് മാനസാന്തരം പെടാൻ പറ്റിയില്ല എന്ന് പറയുന്നത് പോലെ ഉള്ള ഒരവസ്ഥയിലേക്ക്, അങ്ങനെ ഒരു ഹൃദയ കാഠിന്യത്തിലേക്ക് പോകരുത്. കയ്പിന്റെ പേര് ആരും കയ്പിന്റെ പേര് അത് അല്ലെങ്കിൽ മലീമസപ്പെടുത്തും എന്നൊക്കെ അവിടെ എബ്രായർ 12:14-15 വാക്യങ്ങളിൽ ആ കോണ്ടെക്സ്റ്റ് നമ്മളവിടെ വായിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ മറ്റൊരാളോട് ക്ഷമിക്കാതിരുന്നാല് സ്വർഗ്ഗസ്ഥനായ പിതാവ് നമ്മളോട് ക്ഷമിക്കുകയില്ലെന്ന് അവിടെ മത്തായി 6:14-15 പറയുമ്പോൾ നമ്മൾ രക്ഷിക്കപ്പെട്ട ഇനിയിപ്പോ നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിച്ചാലും ഇല്ലെങ്കിലും ഒന്നും കുഴപ്പമില്ല എന്നാണ് ഇന്ന് ക്രിസ്തീയ കുലത്തിലുള്ള പൊതുവെയുള്ള ഒരു പഠിപ്പില്ല. എന്നാൽ നമ്മള് സാക്ബോറിന് വ്യക്തമായിട്ട് നമ്മൾ ആ കാര്യങ്ങൾ പലപ്പോഴും അതൊരു വലിയ മുന്നറിയിപ്പായിട്ട് നമ്മളത് കാണാറുണ്ട്. പക്ഷെ നമ്മളങ്ങ് ക്ഷമിക്കാതിരുന്നുകൊണ്ട് കർത്താവ് പെട്ടെന്ന് നമ്മളെ നരകത്തിലേക്ക് എടുത്ത് തള്ളിക്കളയുന്നല്ല. എന്നാൽ നമ്മള് അതിൽ തന്നെ ശരിയാണ്, ചിലപ്പം ചിലരോട് ക്ഷമിക്കാൻ നമുക്കൊരു സ്ട്രഗിൾ കാണാതിരിക്കും. പക്ഷെ നമ്മൾ ആത്മാർത്ഥമായിട്ട് കർത്താവിനോട് ഐ ചൂസ് ടു ഫൊർഗീവ്, എനിക്ക് കർത്താവെ ആരോടും കൈപ്പായിട്ടിരിക്കണം, നമ്മളെല്ലാവരോടും ക്ഷമിച്ച് നിർമ്മല മനസാക്ഷിയിൽ നമ്മളെ തന്നെ സൂക്ഷിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പതുക്കെ നമ്മുടെ ഹൃദയം കഠിനപ്പെടാൻ തുടങ്ങും. അങ്ങനെ ഹൃദയം കഠിനപ്പെട്ട് കയ്പങ്ങ് കൂടി നമ്മളുടെ വിശ്വാസത്തിൽ നിന്ന് തന്നെ വീണുപോകുന്നൊരവസ്ഥയിലേക്ക് നമ്മൾ പോകുന്നൊരവസ്ഥയിലേക്ക് വന്നുകൂടായികയില്ല. അങ്ങനെ ഒരു ഡേഞ്ചർ അങ്ങനെ എത്ര പേർക്ക് സംഭവിക്കുന്നു. അത് മത്തായി 6:14-15 കർത്താവ് മാറിയും തിരിച്ചും പറയുക. അത് എന്താ പറയുന്നേ, ദൈവം നിങ്ങളോട് ക്ഷമിക്കില്ലെന്നല്ല, നിങ്ങളുടെ പിതാവ്, അതായത് വിശ്വാസികൾ ദൈവമക്കളോട് കർത്താവ് പറയുക, ശിഷ്യന്മാരോട് പറയുക, നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ച സ്വർഗ്ഗസ്ഥനായ പിതാവ്, നിങ്ങളുടെ പിതാവ് നിങ്ങളോട് ക്ഷമിക്കും. നിങ്ങൾക്ക് മനുഷ്യരോട് പിഴകളെ ക്ഷമിക്കാഞ്ഞാലോ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കുകയില്ല. ആ 14-ാമത്തെ വാക്യം മാത്രം മതി. 15 നമുക്ക് ഊഹിച്ചെടുക്കാം കോൺവേഴ്സൻ ട്രൂ ആണെന്നുള്ള കാര്യം. എന്നാൽ കർത്താവ് അത് അസന്നിഗ്ധം, ഒരു സംശയത്തിന് ഇടവില്ലാതെ വണ്ണം കർത്താവ് തിരിച്ചും മറിച്ചുമല്ല പറഞ്ഞപ്പോൾ നമ്മൾ ക്ഷമിക്കുന്നില്ലെങ്കിൽ സ്വർഗ്ഗസ്ഥനായ പിതാവ് ക്ഷമിക്കുകയില്ല. അപ്പം ദൈവം നമുക്ക് നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടാതെ, നമ്മുടെ പാപങ്ങൾ ദൈവം ക്ഷമിക്കാതെ നമുക്ക് എങ്ങനെ സ്വർഗത്തിലായിരിക്കാൻ പറ്റുന്നത്? അപ്പൊ നമ്മൾ എത്ര രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞാലും നമ്മള് ഒരാളോട് പോലും ക്ഷമിക്കാതിരിക്കുന്നത് അത് എത്രമാത്രം നരകത്തിലേക്കുള്ളൊരു പാത, നമ്മുടെ വിശ്വാസത്യാഗത്തിലേക്ക് ഒരു പാത തുറന്നിടുകയാണെന്നുള്ളൊരു കാര്യം. പിശാചിനെ നീ എന്റെ കൂടാരത്തിലേക്ക് കയറി വാ എന്ന് പറയുന്നതിന് തുല്യമാണ് എന്നുള്ളൊരു കാര്യം. നമ്മുടെ ഒട്ടകത്തിന് സ്ഥലം കൊടുക്കുന്നു പറയുന്നത് പോലെ പിശാചി നമ്മളെ കൊണ്ടേ പോകത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മള് എല്ലാവരോടും നമ്മൾ ക്ഷമിക്കേണ്ടതായിട്ടുള്ളത്, ഓഫ്കോഴ്സ് നമ്മുടെ അതിന്റെ കർത്താവ് ഞാൻ നരകത്തിൽ പോലും എന്ന് വിചാരിച്ച് ക്ഷമിക്കണം എന്നുള്ളത് സെക്കൻഡ് ബെസ്റ്റാണ്. പക്ഷേ കർത്താവ് കർത്താവിനുള്ള സ്നേഹത്തിൽ കർത്താവ് നമ്മളോട് എന്തെല്ലാം ക്ഷമിച്ചു, ആ സ്നേഹത്തിൽ നമ്മൾ എല്ലാവരും ക്ഷമിക്കണം കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. ഇപ്പൊ അതുകൊണ്ട് ക്ഷമിക്കാനൊന്നും പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇത് എത്രമാത്രം ഒരു അപകടകരമായിട്ടുള്ള കാര്യമാണ് നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കാതിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുമ്പോൾ, അതുകൊണ്ട് അങ്ങനെയുള്ള ആ ദൈവഭയത്തിലെങ്കിലും സെക്കൻഡ് ബെസ്റ്റ് ആയിട്ടെങ്കിലും നമ്മൾ എല്ലാവരോടും ക്ഷമിക്കുക. നമുക്ക് ആരോടെങ്കിലും നമുക്ക് വിരോധമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിലോ ചിലർ നമുക്ക് ഇഷ്ടമില്ലാത്ത രീതിയിലുള്ള പെരുമാറ്റങ്ങളോ അതെല്ലാം എല്ലാവരുടെയും ജീവിതത്തിൽ ആരെങ്കിലും ഒക്കെ ദൈവം അങ്ങനെയൊക്കെ അനുവദിച്ചിട്ടുണ്ടാവും. പക്ഷെ അവരുടെ അറിവില്ലായ്മ കൊണ്ട് കർത്താവിനെ അറിയേണ്ട പെണ്ണ് അറിയാത്തത് കൊണ്ട് അങ്ങനെയൊക്കെ സംഭവിക്കുകയോ പറയുകയോ പെരുമാറുകയോ ചെയ്തിട്ട് ഞാൻ എല്ലാവരോടും ക്ഷമിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മളങ്ങ് വിടുക. ലോർഡ് ഐ ചൂസ് ടു ഫൊർഗീവ്, കർത്താവെ അവിടുത്തെ രക്തത്താൽ എന്റെ ഹൃദയത്തിലെ ആ ക്ഷമയെല്ലാം കഴുകി കളയണം. ലോർഡ് എല്ലാവരെയും ഞാൻ ക്ഷമിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മളങ്ങ് ഹൃദയത്തിൽ അങ്ങ്
അങ്ങ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് സമർപ്പിച്ച് ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ അവരോട് മിണ്ടണമെന്നൊന്നുമല്ല, മറിച്ച് നമ്മുടെ ഹൃദയത്തിൽ ആരെക്കുറിച്ച് ഒരു കയ്പും വിരോധവും ഒന്നും ഉണ്ടായിരിക്കരുത്. ശരിയാണ്, നമുക്ക് ഓരോരുത്തരോട് എത്രമാത്രം കൂട്ടായ്മ പറ്റും എന്നുള്ള കാര്യമൊക്കെ അവരുടെ യുനോ റിസപ്റ്റീവ്നെസ്, സംവേദനക്ഷമത, അല്ലെങ്കിൽ അവരുടെ സ്വീകാര്യതയൊക്കെ അനുസരിച്ചും കൂടി ഇരിക്കും. എന്ന് നമ്മളുടെ ഹൃദയത്തിന് ആരോടും ഒരു കയ്പോ വിരോധമൊന്നും ഇല്ലാതെ സൂക്ഷിക്കാൻ തക്കവണ്ണം ഒരു റൂട്ട് ഓഫ് ബിറ്റർനെസ്, ഒരു കയ്പിന്റെ വേര് വരാതെ വണ്ണം നമ്മൾ സൂക്ഷിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കണം എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു നരകത്തെ പറ്റിയുള്ള ആ ഒരു ഭീകരമായിട്ടുള്ള യാഥാർത്ഥ്യങ്ങളെ കുറിച്ച്, നരകത്തെക്കുറിച്ചും തീപ്പൊയ്കയെ കുറിച്ചും ഒക്കെ ഏറ്റവും അധികം പ്രസംഗിച്ചിട്ടുള്ളത് യേശു കർത്താവാണ് വചനത്തിൽ നിന്ന് എന്ന് നമ്മൾ വെറുതെ പറയുന്നില്ല. സാക് ബ്രദർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ബ്രദർ തന്നെ അതിന്റെ കൺകോർഡൻസ് എടുത്ത് നോക്കിയിട്ടുണ്ട്, അതിന്റെ റെഫറൻസസ്. അപ്പം ഏറ്റവും കൂടുതൽ നരകത്തെക്കുറിച്ചും തീപ്പൊയ്കയെ കുറിച്ചും ഒക്കെ യേശു തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. വെച്ചാൽ അതിന്റെ യാഥാർത്ഥ്യം എത്രമാത്രം ഭീകര യാഥാർത്ഥ്യം എത്രമാത്രം അറിയാവുന്ന കർത്താവ് തന്നെയാണ് നരകത്തെക്കുറിച്ചും തീപ്പൊയ്കയെ കുറിച്ചും ഒക്കെ മാക്സിമം വചനത്തിൽ പറഞ്ഞിട്ടുള്ള റെഫറൻസസ് ഉള്ളത്. അപ്പൊ ആ ഒരു എത്രമാത്രം നമ്മളെ വിശ്വാസത്തിൽ നമ്മളെ എത്രമാത്രം നുറുക്കത്തോടെ ഭയത്തോടെ ആയിരിക്കണം എന്നുള്ളൊരു കാര്യം ആ കാര്യങ്ങൾ പറയുന്നത്. പിന്നെ നമ്മൾ അവസാനം ഒരു ടൈം ചാർട്ടും കൂടെ ഇപ്പൊ നമ്മൾ കണ്ടു അല്ലേ. എന്താ, ആദാം മുതൽ എബ്രഹാം വരെ 2000 വർഷമായിരുന്നു. എബ്രഹാം മുതൽ യേശുക്രിസ്തു വരെ വീണ്ടും 2000 വർഷം. പിന്നെ യേശുക്രിസ്തുവിന് ശേഷം ഇപ്പം ഏകദേശം 2000 വർഷം ആവാൻ പോവുകയാണ്. 2000-ലേറെ കർത്താവ് അവതരിച്ചിട്ട് 2000 വർഷമായി. 2000-ലേറെ വർഷമായി. കർത്താവ് BC 4 കർത്താവ് ഭൂജാതനായത്. AD 30 കർത്താവ് ക്രൂശിക്കപ്പെട്ടു എന്ന് നമ്മുടെ ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കുന്നു. അപ്പൊ കർത്താവ് ക്രൂശിക്കപ്പെട്ടിട്ട് സഭ രൂപീകരിക്കപ്പെട്ടിട്ട് ഏകദേശം 1995 വർഷങ്ങളായി എന്ന് പറയാം. 2000 വർഷം ആവാൻ പോകുന്നു. അപ്പം 2000 അങ്ങനെ 6 ദിവസത്തെ ആ ഒരു മനുഷ്യന്റെ ഒരു അധ്വാനം ഉണ്ടായിരുന്നു. പിന്നെ 7-ാം ദിവസത്തെ വിശ്രമമാണ് അവസാനത്തെ 1000 വർഷക്കാലം ഉള്ള സഹസ്രാബ്ദ വാഴ്ച. അതിനുശേഷം ഇനി എന്തുവാ എന്നുള്ള കാര്യമാണ് നമ്മൾ വെളിപ്പാട് 21-22 അധ്യായങ്ങളിൽ, ബൈബിളിന്റെ അവസാനത്തെ 2 അധ്യായങ്ങളിൽ ആ കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ കാണുന്നത്. പുതിയ ആകാശവും പുതിയ ഭൂമിയും ആ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ദിവസാഴ്ച അടുത്ത ആഴ്ച തുടർന്ന് ആ കാര്യങ്ങളെ 21-ാം അധ്യായത്തിലേക്ക് നമുക്ക് ദിവസാഴ്ച കടക്കാറില്ല. നമുക്കൊരു വാക്ക് പ്രാർത്ഥിച്ച് കൺക്ലൂഡ് ചെയ്യാം. സ്നേഹ പിതാവേ, അവിടുത്തെ തിരുവചനത്തിനായിട്ട് സ്തോത്രം. എത്ര വ്യക്തമായിട്ട് കർത്താവേ മരണാനന്തര അവസ്ഥകളെ കുറിച്ചൊക്കെ അവിടുത്തെ വചനത്തിലെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നന്ദി കർത്താവേ, നന്ദി. അത് വെറും കൽപ്പനകളോ സങ്കല്പങ്ങളോ അല്ലല്ലോ കർത്താവേ, അത് യാഥാർത്ഥ്യങ്ങളായതുകൊണ്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവ് നരകത്തിലേക്ക് പോകുന്നവരും അതും എത്ര വലിയൊരു യാഥാർത്ഥ്യമാണെന്ന് ഓർക്കുമ്പോൾ കർത്താവേ, രക്ഷിക്കപ്പെടാതിരിക്കുന്നവരുടെ അവസ്ഥ അത് കർത്താവേ ഞങ്ങൾക്ക് വിവരിച്ച് പറയാനൊക്കുന്നതിലും അതീതമാണല്ലോ കർത്താവേ. ഞങ്ങളുടെ ചുറ്റും ഏൽപ്പിച്ചിട്ടുള്ള പലരും ഉണ്ടല്ലോ, അവരോടൊക്കെ കർത്താവിന്റെ ജീവൻ ഞങ്ങളിലൂടെ പ്രവഹിച്ച് അവരെല്ലാം രക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളിലൂടെ കർത്താവെ ആരൊക്കെ കർത്താവിനെ കുറിച്ച് കേൾക്കാനോ കാണാനോ ഒക്കെ അങ്ങ് ആഗ്രഹിക്കുന്നോ അവർക്കെല്ലാം കർത്താവിനെ കൊടുക്കുവാൻ തക്കവണ്ണം കർത്താവെ ഞങ്ങളൊരു തടസ്സമായിട്ട് നിൽക്കാതെ, കർത്താവിന് മുമ്പേ വന്ന് കർത്താവിനെ മറച്ചു നിൽക്കാതെ, കർത്താവിനെ വെളിപ്പെടുത്തുന്ന ചിന്തിയ കർത്താവെ തിരശ്ശീലകളുള്ളവരായിട്ട് കർത്താവിനെ വെളിപ്പെടുത്തുന്നവരായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെ കാണുന്നവർക്ക് യേശുവിനെ ഒരു ചെറിയൊരു അളവിലെങ്കിലും വർദ്ധിക്കുന്ന ഒരു അളവിൽ കാണുവാൻ, കാട്ടിക്കൊടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ വാക്കുകളിലൂടെ കർത്താവ്, ഞങ്ങളുടെ പ്രവൃത്തികളിലൂടെ ഒക്കെ ആ സുവിശേഷം വ്യാപരിപ്പിക്കുവാൻ കർത്താവെ ആർക്കൊക്കെ കർത്താവെ കർത്താവിനെ കുറിച്ച് പറയാനും കർത്താവെ അതുപോലെയുള്ള രേഖകളോ ബൈബിളുകളോ ഒക്കെ ആർക്കൊക്കെ കൊടുക്കണമെന്നല്ല അവിടുന്ന് ആഗ്രഹിക്കുന്നു കർത്താവെ. അതെല്ലാം അവിടുന്ന് ഞങ്ങളോട് ചെയ്യണമേ. അന്ന് ഒരു നാളില് കർത്താവ് ഞങ്ങൾ ന്യായത്തിന് മുമ്പാകെ നിൽക്കുമ്പോൾ നിനക്ക് അതുപോലുള്ള അവസരങ്ങളൊക്കെ ഞാൻ നൽകിയിട്ട് നീ അതൊന്നും ചെയ്യാതെ നീ നിന്റെ കാര്യം മാത്രം നോക്കി വളരെ സ്വാർത്ഥനായിട്ട് ഇരുന്നു എന്ന് കർത്താവെ അന്ന് കേൾക്കാൻ ഇടവരുതെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സഹായിക്കണം. കർത്താവെ ഇത്ര വലിയൊരു സുവിശേഷത്തെ തൃണവത്ഗണിക്കാതെ, അതിനെ അവഗണിക്കാതെ കർത്താവെ അവഗണിച്ചാലുണ്ടാകുന്ന ആ ഒരു എങ്ങനെ അത് ആ ശിക്ഷ തെറ്റി ഒഴിയുമെന്നൊക്കെ അവിടുത്തെ വചനത്തിൽ ഞങ്ങൾ വായിക്കുന്നുണ്ടല്ലോ കർത്താവെ. ഇതിന്റെ ആ ഒരു സീരിയസ്നെസ്, ഗൗരവം അത് അതിൻ്റെതായ ആഴത്തിൽ മനസ്സിലാക്കുവാനും ഞങ്ങൾ തന്നെ കർത്താവെ ആഴത്തിൽ മാനസാന്തരപ്പെടുവാനും അങ്ങനെ അനേകരെ ഈ മാനസാന്തരത്തിലേക്കും വിശ്വാസത്തിലേക്കും നയിക്കുവാനും ഒക്കെ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ കുടുംബത്തിലുള്ളവരെ, ഞങ്ങളുടെ സുഹൃത്ത് ബന്ധങ്ങളിലുള്ളവരെ, ഞങ്ങളുടെ
കർത്താവ് പരിചയത്തിലുള്ളവരെയൊക്കെ കർത്താവ് അവിടുത്തെ സാക്ഷിയായിട്ട് അനേകരെ ഈ ക്രിസ്തുവിന്റെ സൗരഭ്യത്തിലേക്ക്, ജീവനിലേക്ക്, സമർത്ഥമായ ജീവനിലേക്ക് നയിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം. ഞങ്ങൾ കർത്താവ് പൂർണ്ണ ഒരുക്കത്തോടെ, കർത്താവ് നിർമ്മല മനസാക്ഷിയോടായിരിക്കാൻ, എല്ലാവരോടും ക്ഷമിച്ചിട്ടുള്ളവരായിരിക്കാൻ, കർത്താവ് വർഷങ്ങൾക്ക് ശേഷവും പലരും കർത്താവ് പല കയ്പും പല പ്രയാസങ്ങളും ഒക്കെ ആയിട്ട് മനസ്സിൽ സൂക്ഷിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ കയ്പിന്റെ പേരൊക്കെ പടർന്ന് അനേകരും വിശ്വാസത്യാഗത്തിലേക്ക് വീണു പോകുന്നവരുണ്ടല്ലോ. കർത്താവെ ആ ഗണത്തിൽ പെട്ടുപോകരുതെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവരോടും ക്ഷമിക്കുവാൻ, എല്ലാവരെയും സ്നേഹിപ്പാൻ തക്കവണ്ണം, കർത്താവെ ശത്രുക്കളെ പോലും സ്നേഹിപ്പാനും, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും, തിന്മയുന്നവർക്ക് നന്മ ചെയ്യുവാനും, ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവാനും ഒക്കെ കർത്താവെ അങ്ങ് ചെയ്തതുപോലെ ഞങ്ങളെയും ശീലിപ്പിക്കണമേ, ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി കർത്താവെ, നന്ദി. ഞങ്ങളുടെ കൂട്ടായ്മയെ സമർപ്പിക്കുന്നു. സഹോദരങ്ങളെല്ലാം കർത്താവെ ഇവരായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ആത്മാവിനെ ഞങ്ങളെ നിറച്ച് ഞങ്ങളെ ഒരുക്കണമേ. അവിടുത്തെ വരവനായിട്ട് ഞങ്ങളെ ഒരുക്കണമേ. അവിടുത്തെ പ്രവൃത്തികൾ ഓരോ ദിവസം ചെയ്ത് തികയ്ക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ പുനഃനാമത്തെ മുഖത്തപ്പെടുത്തിയായിട്ട് പ്രാർത്ഥനയുടെ സ്തുതിക്കുന്നു. എല്ലാം യേശു കർത്താവിന്റെ വിലയേറിയ മാതിരിയുള്ള നാമത്തിൽ തന്നെ. ആമേൻ.